മൂന്നാമത്തെ തീപ്പെട്ടിക്കൊള്ളി ഉരച്ച് വലത് കൈയിൽ നിന്ന് ഇടത് കൈയിലേക്ക് അദ്ദേഹം ഈ തീപ്പെട്ടിക്കൊള്ളി പിടിച്ച് ആ വെളിച്ചത്തിൽ പുറകിലേക്കുന്ന വടിവാള് വലിച്ചൂരി എന്റെ കഴുത്തിന് വെട്ടുവാൻ വേണ്ടിയിട്ട് വലിച്ചൂരുന്നതും ഞാൻ ഇങ്ങനെ പറഞ്ഞു, യേശുവിൻ നാമത്തിൽ നിന്റെ ബുദ്ധിയെ ഞാൻ ബന്ധിക്കുന്നു. ഞാൻ പറഞ്ഞ സൗണ്ട് ഇടിമുഴക്കം പോലെയുള്ള സൗണ്ടാണ്. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതവും മനോഹരവുമായ നല്ല നിമിഷങ്ങൾക്കായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. അരോമ TV-യുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. ഇന്ന് അരോമ TV-യുടെ പ്രേക്ഷകരോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവവും ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെയും കുറിച്ച് പങ്കുവയ്ക്കുവാൻ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത് കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ ബേബിച്ചൻ. ഈ കാലയളവിൽ കർത്താവിന് വേണ്ടി ശക്തമായി പ്രയോജനപ്പെട്ടുകൊണ്ടിരിക്കുന്ന വിവിധ നിലകളിൽ സുവിശേഷ യോഗങ്ങളിലും മറ്റ് പരസ്യ യോഗങ്ങളിലും പൊതു ശുശ്രൂഷകളിലും കർത്താവ് ശക്തമായി ഈ കാലയളവിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ദൈവഭൃത്തിനാണ് ഇന്ന് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത്. ആകയാൽ എല്ലാ പ്രേക്ഷകരും ശ്രദ്ധയോടെ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ ഈ വീഡിയോ കാണുകയും കേൾക്കുകയും ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതൊരു അനുഗ്രഹവും പ്രചോദനവും ഒരു പുത്തൻ അനുഭവമായി തീരുമെന്ന് തന്നെ ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. നാം എല്ലാവരും പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ ബേബിച്ചൻ അവറുകളെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമ TV-യുടെ പ്രേക്ഷകരോടൊപ്പം സമയം ചിലവഴിക്കുന്നതിനായിട്ട് ഞങ്ങൾ സ്വാഗതം ചെയ്തോളൂ. പ്രൈസ് ലോർഡ് ദൈവാസനെ. പ്രൈസ് ലോർഡ്. എൻ്റെ പേര് CJ ബേബിച്ചൻ. എൻ്റെ വീട് പാലക്കാട് മണ്ണാർക്കാട് എന്ന് പറയുന്ന സ്ഥലത്താണ്. ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ പാലക്കാട് ഡിസ്ട്രിക്റ്റിൻ്റെ അതിർത്തി പ്രദേശമായ വാളയാറിനടുത്തുള്ള കോഴിപ്പാറ എന്ന സ്ഥലത്ത് ഞാൻ ശുശ്രൂഷയിലായിരിക്കുന്നു. എനിക്ക് ഭാര്യയും 3 മക്കളുമുണ്ട്. മൂത്ത മോള് BSc നഴ്സിംഗ് കഴിഞ്ഞ് ജോലിക്ക് കയറി. രണ്ടാമത്തെ 2 മക്കള് പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ത്യ പെന്തക്കോസ്ത് സഭയോടുള്ള ബന്ധത്തിലാണ് ഞാൻ കോഴിപ്പാറയിൽ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുന്നത്. കർത്താവിൻ്റെ കൃപയാൽ ഞങ്ങൾ അനുഗ്രഹമായിട്ട് ഇങ്ങനെ മുമ്പോട്ട് പോവുകയാണ്. താങ്ക് യു കർത്താവിൻ്റെ ദാസൻ. പരിചയപ്പെടുത്തിയത് വളരെ സന്തോഷം. തുടർന്ന് അരോമ TV-യുടെ പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന ജീവിതാനുഭവങ്ങൾ, ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികൾ, ദൈവനാമ മഹത്വത്തിന് വേണ്ടി ബാല്യകാലം മുതലിട്ടുള്ള ഓർമ്മകൾ പറയുന്നതിനായിട്ട് അവസരങ്ങളെ വേർതിരിച്ചുകൊള്ളും. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. എന്നെ ശ്രവിക്കുന്നതായ എല്ലാ അരോമ TV-യുടെ പ്രേക്ഷകർക്കും വിശേഷമായിട്ട് എനിക്ക് ഇങ്ങനൊരു അവസരം തന്നതായ കർത്താവദാസൻ പാസ്റ്റർ ഡാനിയൽ ജോൺ അവരുകൾക്കും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനം ചൊല്ലുന്നു. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ ജനനം കൊണ്ട് ഒരു കത്തോലിക്ക കുടുംബത്തിൽ ജനിച്ച വ്യക്തിയാണ്. എനിക്ക് 1 വയസ്സ് പ്രായമുള്ളപ്പോഴാണ് എൻ്റെ പിതാവും മാതാവും ഈ പെന്തക്കോസ്ത് അനുഭവത്തിലേക്ക് വന്നത്. ഞങ്ങളൊരു കുടിയേറ്റ പ്രദേശത്താണ് ഞാൻ ജനിച്ചു വളർന്നത്. എൻ്റെ അപ്പച്ചൻ്റെ അമ്മച്ചിയുടെയൊക്കെ നാട്, അപ്പച്ചൻ്റെ വീട് മേലുകാവ്, അമ്മച്ചിയുടെ വീട് തൊടുപുഴ. ഏതാണ്ട് 50 വർഷങ്ങൾക്ക് മുൻപ് പാലക്കാടിൽ മണ്ണാർക്കാട് പാലക്കയം എന്ന് പറയുന്ന സ്ഥലത്ത് ഞങ്ങൾ വന്ന് സ്ഥലമൊക്കെ മേടിച്ച് അവിടെ കൃഷിയൊക്കെ ചെയ്ത് നല്ല നിലയിൽ ഞങ്ങൾ മുൻപോട്ട് പോവുകയായിരുന്നു. എൻ്റെ പിതാവിനും മാതാവിനും ഞങ്ങൾ 6 മക്കളാണ്. ഞാൻ 4ാമത്തെയാണ്. എൻ്റെ മൂത്ത സഹോദരൻ ഭവനത്തിൽ തന്നെ ഉണ്ട്. 3 സഹോദരിമാര്. അതിൽ ഒരു സഹോദരി സുവിശേഷ വേലയിൽ പാലക്കാടായിരിക്കുന്നു. പിന്നെ എൻ്റെ ഇളയ സഹോദരൻ സുവിശേഷ വേലയോടുള്ള ബന്ധത്തില് ആസാമില് കർത്താവിന്റെ വേലയിൽ ആയിരിക്കുന്നു. അങ്ങനെ ഒരു കത്തോലിക്ക കുടുംബത്തിൽ ജനിച്ചു എങ്കിലും പെന്തക്കോസ്ത് അനുഭവത്തിലാണ് ഞാൻ വളർന്നു വന്നത്.
വളരെ ചെറിയ പ്രായം മുതൽ സൺഡേ സ്കൂൾ പഠിച്ചും PIP അറ്റൻഡ് ചെയ്തു. അങ്ങനെ ചെറുപ്രായം മുതൽ ദൈവമായിട്ടുള്ള ഒരാഴമായ ബന്ധം. അപ്പോ ഞങ്ങള് ഇപ്പോൾ ആരാധിക്കുന്നതായ അട്ടപ്പാടി സെന്ററിലെ സഭ ആരംഭിക്കുന്നതായ സമയത്ത് എൻ്റെ വീട്ടിലാണ് ആ സഭ ആരംഭിച്ചത്. പ്രത്യേകം ഞങ്ങളുടെ സഭ, എൻ്റെ മാതൃസഭ ഞങ്ങളുടെ വീട്ടിലാണ്. പാസ്റ്റർ ബെഞ്ചമിൻ എന്ന് പറയുന്ന അമേരിക്കയിലുള്ള ദൈവദാസൻ വന്ന് ഞങ്ങളുടെ വീട്ടിൽ പ്രവർത്തനം ആരംഭിച്ച് അവിടുന്ന് പിന്നീട് അത് ഡെവലപ്പായി അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു ദൈവസഭ അവിടെ നിന്ന് ഉടലെടുക്കാൻ ദൈവം കൃപ ചെയ്തു. എൻ്റെ പിതാവും മാതാവും കൃഷിപ്പണിക്കാരായിരുന്നു. വളരെ കഷ്ടപ്പെട്ടാണ് ഞങ്ങളെ പഠിപ്പിച്ചത്. ആ കാലഘട്ടത്തില് ഞങ്ങളുടെ നാടില് നല്ല റോഡുകളില്ല, ഇടവഴികളാ, ഒരു നടപ്പ് വഴികളാ. ഈ നടപ്പ് വഴികളില് ഏതാണ്ട് 3 അടി വീതിയുള്ളതായ നടപ്പ് വഴിയിലൂടെയാണ് 6 കിലോമീറ്റർ 7 കിലോമീറ്റർ വരെ വൺ സൈഡ് ഞങ്ങൾ നടന്ന് സ്കൂളിൽ പോയി പഠിച്ചത്. അതിൽ 7ാം ക്ലാസ് വരെയുള്ളതായ സ്കൂള് ഞങ്ങൾക്ക് ഒരു 4 കിലോമീറ്റർ നടന്നാൽ അവിടെയുണ്ട്. പാലക്കയം എന്ന് പറയുന്ന സ്ഥലത്ത് 7ാം ക്ലാസ് വരെ സ്കൂളുണ്ട്. പക്ഷെ 8ാം ക്ലാസ് മുതൽ തുടർന്ന് പഠിക്കണമെങ്കിൽ ഏതാണ്ട് ഞങ്ങൾക്ക് ഒരു 3 കിലോമീറ്ററും കൂടെ പോയി കാഞ്ഞിരപ്പുഴ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് പിന്നെ അവിടെ നിന്ന് 5 കിലോമീറ്റർ ബസ്സിന് പോയി ഒരു ദിവസം ഇത്രയും കിലോമീറ്റർ യാത്ര ചെയ്തിട്ടാണ്, ഏതാണ്ട് 12-13 കിലോമീറ്ററോളം വൺ സൈഡ് ഞങ്ങൾ യാത്ര ചെയ്തിട്ടാണ് സ്കൂളിൽ പോവുകയും പഠിക്കുകയും ചെയ്തത്. അതുകൊണ്ട് ചെറുപ്രായം മുതൽ ഈ സ്കൂൾ സൗകര്യമില്ലാത്തത് കൊണ്ട് ഞാൻ 4ാം ക്ലാസ് 5ാം ക്ലാസ് ഒക്കെ ഓർഫണേജിൽ നിന്നാ പഠിച്ചത്. എൻ്റെ സഹോദരിമാര്, എൻ്റെ മൂത്ത സഹോദരി അതെ, എൻ്റെ ഇളയ സഹോദരി അതെ, എറണാകുളത്തുള്ളതായ ഒരു ഓർഫണേജിൽ നിന്നാണ്. ഞങ്ങളുടെ നാട്ടില് വഴി സൗകര്യങ്ങളും വാഹന സൗകര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് പഠിച്ചത്. അങ്ങനെ ഒരു മലയുടെ മേലെയാണ് ഞാനൊക്കെ ജനിച്ചു വളർന്നത്. എന്നാൽ വളരെ ദൈവകൃപയിലും ദൈവഭക്തിയിലും ജീവിച്ചു വന്നതായ ഒരു കുടുംബമാണ് ഞങ്ങളുടെ കുടുംബം. ഇന്ന് ഞങ്ങളുടെ ഭവനത്തിൽ ഞങ്ങളുടെ പിതാവും മാതാവും ഇന്ന് നിത്യതയില് വിശ്രമിക്കുകയാണ്. മാതാവ് 67 വയസ്സുള്ളപ്പോൾ കർത്താവിന്റെ രാജ്യത്തിൽ ചേർന്നു. ഒരു 10 വർഷമായിപ്പോ. പിതാവ് 71 വയസ്സുള്ളപ്പോൾ കർത്താവിന്റെ സന്നിധിയില് കർത്താവിന്റെ രാജ്യത്തിൽ ചേർന്നു. ഇപ്പോൾ 8 വർഷമായി. ഇപ്പോൾ എൻ്റെ മൂത്ത സഹോദരനാണ് ഞങ്ങളുടെ വീട്ടിൽ താമസിച്ചുകൊണ്ട് വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഞാന് ഏതാണ്ട് 16 വയസ്സ് പ്രായമുള്ളതായ സമയം 10ാം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം 10ാം ക്ലാസ് കഴിഞ്ഞ് ഞാൻ 16 വയസ്സില് കർത്താവിന്റെ വേലയെ കുറിച്ചുള്ളതായ ഒരു ദർശനം ദൈവം എനിക്ക് തന്നതുകൊണ്ട് ഒരു ദൈവശബ്ദം ഞാൻ കേട്ടു. ഞാൻ നിന്നെ കാണിക്കുന്ന ദേശത്തേക്ക് പോവുക. അപ്പോൾ എന്താ ഏതാ എന്നൊന്നും എനിക്കറിയത്തില്ല. ഈ ദൈവശബ്ദം എന്നാണെന്നോ ഈ പറഞ്ഞ കാര്യം എന്നാണെന്നൊന്നും എനിക്കറിയത്തില്ല. അപ്പൊ ഞാൻ എൻ്റെ സഭയിലെ പാസ്റ്റർ എടുക്കൽ ഞാൻ ചെന്നു. പാസ്റ്ററോട് പറഞ്ഞു, പാസ്റ്ററെ ഞാൻ ഇങ്ങനെ ഒരു ശബ്ദം കേട്ടു എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞു, മോനെ നിന്നെ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി വിളിച്ചിരിക്കുക എന്ന് പറഞ്ഞു. അന്ന് ഞാൻ സ്നാനപ്പെട്ടിട്ടൊന്നുമില്ല. കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി വിളിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ ദൈവശബ്ദമാണ് എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി, കാരണം എന്താന്ന് വെച്ചാല് ഈ ദൈവദാസന്മാർ ഒത്തിരി കഷ്ടപ്പാട് കണ്ടാൻ ഞാൻ വളർന്നു. ഞങ്ങളുടെ സഭയിലെ പാസ് അനുഭവിക്കുന്നതായ കഷ്ടപ്പാട് 3 വർഷം കൂടുമ്പോൾ ഇവിടെ നിന്നുള്ളതായ ട്രാൻസ്ഫർ, ഈ ട്രാൻസ്ഫർ ഇതെല്ലാം കെട്ടിപ്പറിച്ച് എടുത്തുകൊണ്ട് പോകുന്നതായ സാഹചര്യങ്ങള്, ഇതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ അമ്മച്ചിയോട് പറഞ്ഞു, അമ്മച്ചി നമുക്കിവിടെ ഇത്ര സ്ഥലം, ഒരു 3-3.5 ഏക്കർ സ്ഥലം ഞങ്ങൾക്കുണ്ട്, നമുക്കിവിടെ സ്ഥലമൊക്കെ ഉണ്ടല്ലോ, ഇതിനകത്ത് കൃഷി ചെയ്തോ എന്തെങ്കിലുമൊക്കെ ബിസിനസ് ചെയ്ത് ദൈവദാസന്മാരെ സഹായിക്കാമേ. ഞാൻ അതുകൊണ്ട് സുവിശേഷ വേലയ്ക്കൊന്നും ഞാൻ പോകുന്നില്ല, ഞാൻ സുവിശേഷകന്മാരെ സഹായിക്കാം. അങ്ങനെ ഒരു കാഴ്ചപ്പാടായിരുന്നു. അത് പഠിച്ചൊരു ജോലി നേടി അതിൽ നിന്നൊരു വലിയ വരുമാനം ഉണ്ടാക്കിയിട്ട് പോകണമെന്നൊന്നല്ല.
ഞങ്ങൾക്കുള്ള പറമ്പിൽ കൃഷി ചെയ്ത് കിട്ടുന്നതായ വരുമാനത്തിന്റെ ഒരു പങ്ക് കർത്താവിന്റെ വേലയ്ക്ക് കൊടുത്തു സഹായിച്ച് അങ്ങനെ പോകാം എന്നുള്ളതായ ഒരു കാഴ്ചപ്പാടായിരുന്നു. എൻ്റെ ഒരു അമ്മാച്ചനുണ്ട്, അദ്ദേഹം സുവിശേഷ വേലയിലാണ്. ആ സുവിശേഷ വേലയിൽ ഞാൻ പാലക്കാട് AG ചർച്ചില് അദ്ദേഹത്തിന്റെ കൂട്ടത്തിൽ സഭായോഗത്തിന് പോയിട്ട് തിരിച്ചു വരുമ്പോൾ എന്നോട് പറഞ്ഞു, കുഞ്ഞെ ഇവിടെ ഒരു പാസ്റ്റേഴ്സ് മീറ്റിംഗ് ഉണ്ട്, ബാ, ഒരു ഓൺലൈൻ മീറ്റിംഗാ. അത് KP യോഹന്നാന്റെ മീറ്റിംഗ് ആണ്. KP യോഹന്നാൻ ആ കാലഘട്ടത്തില് എല്ലാ സുവിശേഷകന്മാർക്ക് 500 രൂപ വീതം കൊടുത്ത് ഒരു സാമ്പത്തിക സഹായം ചെയ്യുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങളുടെ അമ്മാവനും അത് കിട്ടുന്നുണ്ട്. അപ്പൊ അദ്ദേഹത്തിനോട് കൂടത്തിൽ ആ മീറ്റിങ്ങിന്, ആ ഓൺലൈറ്റിന് ഞാൻ പോകുമ്പോൾ അവിടെ ആ രാത്രിയിൽ കേട്ടതായ ദൈവശബ്ദം എൻ്റെ ജീവിതത്തിന് തന്നെ വലിയൊരു മാറ്റം ഉണ്ടാക്കി. ഞാൻ ആ ദൈവശബ്ദം കേട്ടതായ സമയത്ത് ഓരോ നാട്ടിലുള്ള, ഓരോ രാജ്യങ്ങളിലുള്ള, ഓരോ സ്റ്റേറ്റുകളിലുള്ള ദൈവദാസന്മാർ അനുഭവിക്കുന്നതായ പാടും വേദനകളും കഷ്ടങ്ങളും ഉപദ്രവങ്ങളും ഇതെല്ലാം കേട്ടതായ സമയത്ത്, എന്നിട്ടും അവരവിടെ ആത്മാക്കളെ തേടുന്നു, സഭകളെ സ്ഥാപിക്കുന്നു. ഈ സാക്ഷ്യങ്ങളൊക്കെ കേട്ടതായ സമയം ഞാൻ അവിടെ വെച്ച് തീരുമാനിച്ചു, ഞാനൊരു ജോലി ചെയ്ത് സുവിശേഷകന്മാരെ സഹായിക്കുക മാത്രമല്ല, എനിക്ക് കർത്താവിന്റെ വേല ചെയ്യണം. ഇതുപോലെയുള്ളതായ ഗ്രാമങ്ങളിൽ, പട്ടണങ്ങളിൽ യേശുവിനെ സുവിശേഷീകരിക്കണം എന്നുള്ളതായ ഒരു കാഴ്ചപ്പാട് ആ സമയങ്ങളിൽ ദൈവം എനിക്ക് തന്നു. അപ്പോ ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഇരിക്കുന്നതായ സമയം ഞാൻ എൻ്റെ അമ്മാവനോട് പറഞ്ഞു, എനിക്ക് സ്നാനപ്പെടണം. അദ്ദേഹം എന്നെ സ്നാനപ്പെടുത്തി. എനിക്ക് ബൈബിൾ കോളേജിൽ പോകണം. ഞാൻ സ്നാനപ്പെടുന്ന 1993 ഞാൻ 93 ഡിസംബർ മാസത്തിലാണ് സ്നാനപ്പെടുന്നത്. 95 ഞാൻ ബൈബിൾ കോളേജിൽ പോയി. അപ്പോൾ ബൈബിൾ കോളേജിൽ പോയിട്ട് എനിക്ക് അവിടെ ബൈബിൾ കോളേജിൽ ചെന്നതായ സമയത്ത് എന്താ പറയണത്, എന്താ പഠിപ്പിക്കണത് ഒന്നും എനിക്കറിയത്തില്ല. ഞാനൊരു പൊട്ടനായിട്ടാണ് അവിടെ പഠിച്ചത്. എനിക്ക് ഒന്നും ഗ്രഹിക്കാൻ കഴിയുന്നില്ല. പക്ഷെ ഞാൻ സൺഡേ സ്കൂളിൽ പഠിച്ചതാണ്. ഞാൻ PIP ഉണ്ടായിരുന്ന ആളാണ്. പക്ഷെ ബൈബിൾ കോളേജിലെ പഠനമായിട്ട് എനിക്ക് അങ്ങോട്ട് ഒത്തുപോകാൻ കഴിയുന്നില്ല. അപ്പോൾ ഞാൻ തീരുമാനിച്ചു, വേണ്ട, ഈ ബൈബിൾ കോളേജൊക്കെ നിർത്താം, ബൈബിൾ കോളേജിൽ പഠനം നിർത്താം, എന്നിട്ട് ഈ ഒരു വർഷം മാത്രം ഇവിടെ നിൽക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇങ്ങനെ കുറച്ച് ട്രാക്റ്റുകൾ കൊടുത്ത് തെരുവിൽ സുവിശേഷം അറിയിക്കാം എന്ന് പറഞ്ഞ് ഞാനിങ്ങനെ ആ ഒരു വർഷം ബൈബിൾ കോളേജിൽ പഠിച്ചു. കാരണം എനിക്ക് പഠിപ്പിക്കുന്ന ഒന്നും എനിക്കറിയുന്നില്ല, എൻ്റെ തലയിലൊന്നും കയറുന്നില്ല. എനിക്കാണെങ്കിൽ 100-ൽ 3 മാർക്കാണ്. ഏറ്റവും ടോപ്പ് മാർക്ക് എന്ന് പറയുന്നത് 100-ൽ 30 മാർക്കാണ്. അവിടെ പാസ് മാർക്ക് 50 മാർക്കാണ്. അങ്ങനെ ഞങ്ങൾ പറയും മണ്ടം പരീക്ഷ എന്ന് പറയും. അങ്ങനെ മണ്ടം പരീക്ഷ എഴുതി എത്ര എണ്ണത്തിന് എഴുതുന്നത്. അതുകൊണ്ട് ഞാൻ ആ പഠനം നിർത്തി. ആ പഠനം നിർത്തി കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ ഒരു ടീമിന്റെ കൂടത്തിൽ ചേർന്ന് ട്രാക്ട് കൊടുത്തു സുവിശേഷ വേലയ്ക്ക് പോകുമ്പോൾ എൻ്റെ കൂടത്തിൽ അന്ന് പഠിച്ചതായ പട്ടിക്കാടുള്ളതായ D. ഷാജി എന്ന് പറയുന്ന ഒരു ദിവ്യാസനുണ്ട്. അദ്ദേഹം എൻ്റെ വീട്ടിൽ എന്നെ അന്വേഷിച്ചു വന്നിട്ട് പറഞ്ഞു, മോനെ, ഈ ഒരു വർഷം പഠിച്ചത് കൊണ്ടും 4 ട്രാക്ട് കൊടുക്കുന്നതുമല്ല സുവിശേഷ വേല. നിനക്കൊരു ഭാവിയുണ്ട്, നീ ആ ഭാവിയിലേക്ക് വരണം. ആ ഭാവി നിനക്ക് പ്രാപിക്കണമെങ്കിൽ നീ പ്രോപ്പറായിട്ട് ഒരു ബൈബിൾ കോളേജിൽ പഠിച്ച് ഗ്രാജുവേറ്റ് ചെയ്യണം. നിനക്ക് അതിനുള്ള ക്രമീകരണം ഞാൻ ചെയ്തു തരാം എന്ന് പറഞ്ഞ് അദ്ദേഹം എന്നെ രണ്ടാമത് ഒരു ബൈബിൾ കോളേജിൽ കൊണ്ട് ചേർത്തു. ലോഗോസ് ബൈബിൾ കോളേജ്, തൃശ്ശൂർ ആൽപ്പാറയിലുള്ള ലോഗോസ് ബൈബിൾ കോളേജിൽ കൊണ്ട് ചേർത്തു. 2 വർഷത്തിന് ശേഷമാണ്. അപ്പൊ ഞാൻ അവിടെ പോയി പഠിച്ചുകൊണ്ടിരിക്കുന്നതായ സമയത്ത് ഞാൻ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, ഞാൻ കഴിഞ്ഞ കാലങ്ങളിൽ പഠിച്ചതുപോലെയല്ല എൻ്റെ ബുദ്ധിയെ ദൈവം പ്രകാശിപ്പിക്കണം. ഞാൻ അതിനു വേണ്ടി ദൈവസന്നിധിയിൽ 7 ദിവസം ഉപവാസം ഇരുന്നു. 7 ദിവസം ഉപവാസം ഇരിക്കുമ്പോൾ ആ ഉപവാസ പ്രാർത്ഥനയിൽ ദൈവാത്മാവിനോട് സംസാരിച്ചു. ഒത്തിരി കാര്യങ്ങൾ ദൈവാത്മാവിനോട് അവിടെ ഉണ്ട്. പിന്നീട് എനിക്ക് കൂടുതലായി ഉപവസിക്കണം, പ്രാർത്ഥിക്കണമെന്നായി. ആ 7 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ 21 ദിവസം ഞാൻ ഉപവാസം ഇരുന്നു. 21 ദിവസം ഉപവാസം ഇരിക്കുമ്പോൾ എനിക്ക് ഏകദേശം 18 വയസ്സൊക്കെ ഉള്ളൂ, 18 വയസ്സ് അങ്ങനെ കഴിഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഞാൻ അങ്ങനെ ഉപവസിച്ച് കർത്താവ് എന്നെ കൃപാവരങ്ങളാൽ നിറച്ചു.
ആ ഉപവാസ പ്രാർത്ഥനകളിൽ കർത്താവ് എന്നെ കൃപാവരങ്ങളാൽ നിറച്ചു. ഞാൻ ആ കൃപാവര ശുശ്രൂഷയോടുകൂടെയാണ് ഞാൻ ബൈബിൾ കോളേജിൽ പോയി 2ാം പ്രാവശ്യം ജോയിൻ ചെയ്യുന്നത്. അത് എൻ്റെ ശുശ്രൂഷയ്ക്ക് ഭയങ്കര അനുഗ്രഹമായിരുന്നു. ആ കൃപാവര ശുശ്രൂഷ ചെയ്യുമ്പോൾ കുറെ കൂടെ വചനം പഠിക്കണം, കുറെ കൂടെ എനിക്ക് പ്രസംഗിക്കണം എന്നുള്ളതായ ഒരു ചിന്ത എൻ്റെ ഉള്ളിൽ വരികയും വചനത്തിന്റെ രഹസ്യങ്ങളൊക്കെ കർത്താവ് എനിക്ക് വെളിപ്പെടുത്തി തരാൻ ആരംഭിച്ചു. അങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ എൻ്റെ പഠനത്തിന്റെ നില മാറാൻ തുടങ്ങി. ഞാൻ 100-ൽ 3 മാർക്ക് മേടിച്ച ഞാൻ ആ ഫസ്റ്റ് സെമസ്റ്ററിലെ എല്ലാത്തിനും 50-ന് മേളിൽ മാർക്ക് മേടിച്ചു. ഏതാണ്ട് ആ ബൈബിൾ കോളേജിൽ നിന്ന് ഞാൻ ഗ്രാജുവേറ്റ് ചെയ്ത് വരുന്നതായ സമയത്ത് ഏറ്റവും ടോപ്പ് മാർക്ക് 100-ൽ 97 മാർക്ക് വരെ മേടിച്ചുകൊണ്ട് എല്ലാത്തിനും 80-85-ന് മേലിലായിരുന്നു. പിന്നീട് എൻ്റെ മാർക്കുകൾ, എൻ്റെ ബുദ്ധിയെ ദൈവം പ്രകാശിപ്പിക്കാൻ തുടങ്ങി. വചനത്തിന്റെ രഹസ്യങ്ങൾ എനിക്ക് വെളിപ്പെടുത്തി തരാൻ തുടങ്ങി. അവിടെ നിന്ന് ശുശ്രൂഷയുടേതായ തലം മാറി. അങ്ങനെ കർത്താവിനാൽ പ്രയോജനപ്പെടാൻ ദൈവം കൃപ ചെയ്തു. ഇങ്ങനെ ഇരിക്കുന്നതായ സമയത്ത് ഞാൻ ഗ്രാജുവേറ്റ് ചെയ്തു. ഞാൻ പൊതു ശുശ്രൂഷയോടുള്ള ബന്ധത്തില് പല സ്റ്റേറ്റുകളില് കർത്താവിന്റെ വേലയോടുള്ള ബന്ധത്തിൽ, പൊതു ശുശ്രൂഷയോടുള്ള ബന്ധത്തില് ഞാൻ പോയിക്കൊണ്ടിരുന്നു. അങ്ങനെ ഇരിക്കുന്നതായ സമയത്ത് ഞാനൊരു താൽക്കാലികമായി കേരളത്തിൽ തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിലെ പൂമല എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ചെറിയ സഭയുടെ ശുശ്രൂഷകനായിട്ട് ഞാൻ ചാർജ് എടുത്തു. അപ്പോൾ ഞാൻ വിവാഹം കഴിച്ചു. ഞാൻ വിവാഹം കഴിക്കുമ്പോൾ എനിക്ക് 22 വയസ്സാണ്. സഭാ ചാർജിനോടുള്ള ബന്ധത്തിലാണ് ഞാൻ വേഗത്തില് വിവാഹം കഴിച്ചത്. അങ്ങനെ വളരെ താല്പര്യത്തോടൊരു ഒരു ദൈവിക ദർശനപ്രകാരം ഒരു സഹോദരിയെ ഞാൻ വിവാഹം കഴിച്ചിട്ട് സഭാ ശുശ്രൂഷയോടുള്ള ബന്ധത്തിലിരിക്കുമ്പോൾ ഞാന് ചെറുപ്രായത്തില് കേട്ടതായ കുറെ തമിഴ് പാട്ടുകളുണ്ട്. ഒരു തമിഴ് പ്രസംഗിക്കുന്ന ഒരു ദൈവദാസന്റെ പ്രസംഗമുണ്ട്. അതെന്റെ മനസ്സിൽ ഇങ്ങനെ കിടപ്പുണ്ടായിരുന്നു. അപ്പൊ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു, തമിഴ്നാട്ടിൽ പോകണം, തമിഴ് പഠിക്കണം, തമിഴിൽ പ്രസംഗിക്കണം, തമിഴാരാധന നടത്തണം എന്നൊരു കാഴ്ചപ്പാട് എനിക്ക് തന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ തിരുപ്പൂരിൽ ജോലിക്ക് പോയതായ ഒരു സഹോദരൻ എന്നോട് പറഞ്ഞു, പാസ്റ്ററെ, നമ്മളൊക്കെ പെന്തക്കോസ്ത് അനുഭവത്തിൽ വളർന്നു വന്നതായതുകൊണ്ട് ഞാനൊരു സഭയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടുത്തെ പാസ്റ്റർ മരിച്ചുപോയി, അവിടെ ആരാധന നടത്താൻ ആരുമില്ല. ഞാൻ കയറി ആരാധന നടത്തി, ഞാൻ സങ്കീർത്തനം പ്രബോധിപ്പിച്ചു, ഞാൻ പ്രസംഗിച്ചു, എനിക്കറിയാവുന്ന നിലയിലൊക്കെ ഞാൻ പ്രസംഗിച്ചു എന്ന് പറഞ്ഞ് അദ്ദേഹം പറഞ്ഞു, അവിടെ ഒരു നല്ല ചാൻസ് ഉണ്ട്, പാസ്റ്റർ എന്നോട് കൂടെ വരാവോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ തമിഴ്നാടിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. പാസ്റ്റർ ബാബു ഈറ്റി എന്ന് പറയുന്ന ദൈവദാസൻ സിബി തങ്കച്ചൻ്റെതായ അനിയൻ എന്നെ തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോയി. തമിഴ്നാട്ടിൽ കൊണ്ടുപോയി അവിടെ ചെന്ന് പ്രവർത്തനമെടുത്ത് പ്രവർത്തിച്ച് വരുന്നു. എനിക്ക് തമിഴ് ഒരു ഭാഷ, ഒരു വാക്ക് പോലും എനിക്കറിയത്തില്ല, ഒറ്റ വാക്ക് പോലും എനിക്കറിയത്തില്ല. അപ്പോൾ ചില തമിഴ് പാട്ടുകൾ എനിക്കറിയാം. ആ പാട്ടുകൾ പാടി ആദ്യത്തെ ആഴ്ചയില് ഞങ്ങൾ ആരാധന നടത്തി. കർത്താവദാസൻ ബാബു പാസ്റ്റർ പാട്ടൊക്കെ പാടി ആരാധന ഒക്കെ നടത്തി. ഞാൻ മലയാളത്തിൽ സങ്കീർത്തനം വായിച്ചു, മലയാളത്തിൽ പ്രസംഗിച്ചു. അതിനുശേഷം ആദ്യത്തെ ആഴ്ചയിൽ ഞങ്ങൾക്ക് ഒരു 6 പേര് വന്നു. പിന്നത്തെ ആഴ്ചയിലും 6 പേര് വന്നു. പിന്നെ അത് എണ്ണം കൂടാൻ തുടങ്ങി. പിന്നെ 100-ലധികം ആളുകളെ ദൈവം ഞങ്ങൾക്ക് ആ ദേശത്ത് നൽകി തന്നു. ഇതിന്റെ ഇടയിൽ ഞാൻ വിട്ടുപോയൊരു കാര്യമുണ്ട്. ഞാൻ ബൈബിൾ കോളേജിൽ പഠിച്ച് ഞാൻ ഗ്രാജുവേറ്റ് ചെയ്യുന്നതിന് തലേ വർഷം 1999 ഡിസംബർ മാസത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞാനൊരു പൊതു ശുശ്രൂഷകനാണ്. ബൈബിൾ കോളേജിൽ ഞാൻ 2ാമത് പഠിക്കാൻ പോകുന്ന സമയത്ത് കൃപാവര ശുശ്രൂഷയോടുകൂടിയാണ് ഞാൻ പോകുന്നത്. അപ്പോൾ ആ സമയം ബൈബിൾ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ പൊതു ശുശ്രൂഷയ്ക്ക് പോകണ്ട. അപ്പൊ ഞാൻ ഒരു സ്ഥലത്തെ ശുശ്രൂഷയ്ക്ക്, വണ്ടിത്താവളം എന്ന് പറയുന്ന സ്ഥലത്ത് ഞാൻ സുവിശേഷ വേലയോടുള്ള ബന്ധത്തിൽ അവിടെ പോയി ചില ദിവസങ്ങൾ താമസിച്ച് അങ്ങനെ ഒരു ഉപവാസ പ്രാർത്ഥന പ്രസംഗിച്ച് അന്ന് അവിടെ ഒരു വലിയ പ്രശ്നങ്ങൾ നടന്നു. വലിയ പ്രശ്നം നടന്നതായ സമയത്ത് എന്നെ സഹിതം
ഒരു 4-5 ദൈവദാസന്മാരെ അന്ന് സുവിശേഷ വിരോധികൾ വളരെ ക്രൂരമായി മർദ്ദിച്ചു. എന്നെ തൂമ്പാക്കൈക്ക് വരെ തല്ലി. ഞാൻ ചത്തെന്ന് പറഞ്ഞിട്ട് ഒരു തെങ്ങിന്റെ ചോട്ടിൽ എന്നെ ഇട്ടച്ചു പോയതാ. അവിടെ നിന്ന് എന്നെ എടുത്തുകൊണ്ടുപോയി സഭയിലെ വിശ്വാസികൾ കൊണ്ടുപോയി പാലക്കാട് ജില്ലാ ആശുപത്രിയില് എന്നെ അഡ്മിറ്റ് ചെയ്തു. ഞാൻ ഏകദേശം 14 ദിവസത്തോളം ഞാൻ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നു. 2 മാസത്തോളം നടക്കാൻ കഴിയാതെ എൻ്റെ വീട്ടിലുണ്ടായിരുന്നു. അന്ന് എൻ്റെ അമ്മ പറയുമായിരുന്നു, മോനെ നീ ഇനി ദൂരെ എവിടെയും സുവിശേഷ വേലയ്ക്ക് പോകണ്ട, നീ ഇവിടെ അടുത്ത് എൻ്റെ കണ്ണിന്റെ മുൻപിൽ എവിടെയെങ്കിലും നീ കർത്താവിന്റെ വേല ചെയ്താൽ മതി എന്ന് പറഞ്ഞ് എന്നെ സമാധാനിപ്പിച്ച് ഇങ്ങനെ നിർത്തുവാൻ ശ്രമിക്കുമായിരുന്നു. പക്ഷെ എൻ്റെ ഉള്ളിൽ ഈ അടി കൊണ്ടിട്ടും നടക്കാൻ പറ്റാത്ത അനുഭവങ്ങൾ ഉണ്ടായിട്ടും എന്നോട് കർത്താവ് പറഞ്ഞു, ഞാൻ നിന്നെ ഓടിക്കും. നിന്നെ ഓടിക്കുമെന്ന് പറഞ്ഞപ്പോൾ നീ എവിടെയെല്ലാം തകർന്നിട്ടുണ്ടോ അവിടെയെല്ലാം ഞാൻ നിന്നെ പണിതെടുക്കും. എൻ്റെ ഉള്ളിൽ ഒരു ഭീതി ഉണ്ടായിരുന്നു. ഈ അടി കൊണ്ട് പിന്നെ ഒരു ഭീതി ഉണ്ടായിരുന്നു. ആരെ വേണ്ട, ഒരു കയ്യിൽ ഒരു കയറ് കെട്ടിയിരിക്കുന്ന ഒരു വ്യക്തിയെ കണ്ടാൽ വരെ എനിക്ക് പേടിയായിരുന്നു. അവരെന്നെ ഉപദ്രവിക്കുവോ, ഇനി അതേപോലുള്ള സംഭവങ്ങൾ ഉണ്ടാകുമോ. അപ്പൊ പിന്നെ ഞാൻ ദൈവസന്നിധിയിൽ 21 ദിവസം ഉപവാസമിരുന്ന് പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥിച്ചതായ സമയങ്ങളിൽ ദൈവം എന്നെ ആത്മാവിനാൽ ബലപ്പെടുത്തി. ഓരോ എൻ്റെ ഉപവാസ പ്രാർത്ഥനയിലും വ്യത്യസ്തമായ നിലയിൽ കൃപാവര ശുശ്രൂഷയിൽ ശോഭിച്ച് ഞാൻ വന്നുകൊണ്ടിരിക്കുക. എല്ലാ വർഷത്തിലേക്ക് ഏതാണ്ട് 24 വർഷം ഞാനിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് 21 ദിവസവും 40 ദിവസവും ഇങ്ങനെ മാറി മാറി ഉപവാസം ഇരിക്കും. അപ്പൊ പിന്നീട് 2ാം പ്രാവശ്യത്തെ ഉപവാസം കഴിഞ്ഞ് 3ാമത്തെ ഉപവാസത്തോട് ബന്ധത്തിൽ ഒരു പ്രത്യേക ആത്മധൈര്യം ദൈവം എനിക്ക് തന്നു. അങ്ങനെയാണ് ഞാൻ തിരുപ്പൂരിൽ കർത്താവിന്റെ വേല ചെയ്യുന്നതായ സമയത്ത് ഞാന് ആരാധന നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ചുവരിന്റെ അപ്പുറത്ത് ഒരു അവരുടേതായ ഒരു മതവിശ്വാസ പ്രകാരമുള്ളത് ഒരു ആരാധനാമൂർത്തി അവിടെയുണ്ട്. അപ്പോൾ ഞാനിവിടെ ഞാനിവിടെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയും ആരാധനയും നിമിത്തമായിട്ട് അവർക്ക് അസ്വസ്ഥതകൾ ഉണ്ടാകുന്നു. അതുകൊണ്ട് ഈ പ്രാർത്ഥന ഇവിടെ നടത്താൻ പാടില്ല, ഇവരെ ഇവിടെ നിന്ന് ഓടിക്കണമെന്ന് പറഞ്ഞ് തല്ലി ഓടിക്കണമെന്ന് പറഞ്ഞു. എനിക്കെതിരെ ഏതാണ്ടൊക്കെ അവർ ചെയ്തെന്നാ പറഞ്ഞു. പക്ഷെ അതൊന്നും എന്നെ ബാധിച്ചില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു രാത്രിയിൽ ഞാൻ നോക്കുമ്പോഴുണ്ട് കറണ്ട് കട്ടായി. ഒരു 12 മണി കഴിഞ്ഞ സമയമാണ്. കറണ്ട് കട്ടായി കഴിഞ്ഞതായ സമയത്ത് ഞാനും എൻ്റെ ഭാര്യയും കർത്താവിന്റെ ദാസൻ ബാബു പാസ് ഞങ്ങൾ 3 പേരും കൂടെ ഹോളിൽ കിടക്കുന്നതായ സമയത്ത് കറണ്ട് കട്ടായപ്പോൾ ഞങ്ങൾ ഡോറ് തുറന്നു വെച്ചു. അപ്പോൾ ഒരു മനുഷ്യൻ അകത്തേക്ക് കയറി വന്നു. തമിഴാണ് അദ്ദേഹം സംസാരിക്കുന്നത്. അദ്ദേഹം ചോദിച്ചു, മുരുകൻ എങ്കിൽ ഇരിക്ക എന്ന് കേട്ട. അപ്പൊ ഞാൻ சொன்னேன், முருகன் எங்க இல்ல. அப்ப நீ யாரு? நான் சொன்னேன், நான் கேரளாவில இருந்து வந்திருக்கிறேன், நான் ஒரு ஊழியக்காரன். இல்ல, நீ மதம் மாத்துறதுக்கு தான் வந்திருக்கிறேன். ഞാൻ சொன்னேன், நான் മതം മാറ്റുന്നതൊക്കെ വരില്ല. അപ്പം ഇദ്ദേഹം എന്നോട് ഇങ്ങനെ തമിഴിൽ സംസാരിക്കുന്നു. എനിക്കറിയാവുന്ന തമിഴിൽ ഞാൻ അദ്ദേഹത്തിനോട് മറുപടി പറയുന്നു. ഇങ്ങനെ അദ്ദേഹം ഒരു തീപ്പെട്ടിക്കൊള്ളി ഉരച്ച് ആ തീപ്പെട്ടിക്കൊള്ളിയുടെ വെളിച്ചത്തിലാണ് അദ്ദേഹം സംസാരിക്കുന്നത്. ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതായ സമയത്ത് 3ാമത്തെ തീപ്പെട്ടിക്കൊള്ളി ഉരച്ച് വലത് കൈയിൽ നിന്ന് ഇടത് കൈയിലേക്ക് അദ്ദേഹം ഈ തീപ്പെട്ടിക്കൊള്ളി പിടിച്ച് ആ വെളിച്ചത്തിൽ പുറകിലേക്ക് വടിവാള് വലിച്ചൂരി എന്റെ കഴുത്തിന് വെട്ടുവാൻ വേണ്ടിയിട്ട് വലിച്ചൂരുന്നതും ഞാൻ ഇങ്ങനെ പറഞ്ഞു, യേശുവിൻ നാമത്തിൽ നിന്റെ ബുദ്ധിയെ ഞാൻ ബന്ധിക്കുന്നു എന്ന് പറഞ്ഞു. ബുദ്ധിയെ ബന്ധിക്കുന്നു എന്ന് പറഞ്ഞത്, ഞാൻ പറഞ്ഞ സൗണ്ട് ഇടിമുഴക്കം പോലെയുള്ള സൗണ്ടായിരുന്നു. അപ്പോ ആ ഇടിമുഴക്കം പോലുള്ള സൗണ്ട് അദ്ദേഹത്തിന് കേട്ടപ്പോ അദ്ദേഹത്തിന്റെ കയ്യിലിരുന്ന് ഈ വടിവാളും താഴെ പോയി, ഈ തീപ്പെട്ടിയും താഴെ പോയി, പുള്ളിയും താഴെ പോയി. അപ്പോ പുള്ളിക്കൊരു ബോധം വന്ന് പുള്ളി പെട്ടെന്ന് ഈ വടിവാളും എടുത്ത് പുള്ളി പെട്ടെന്ന് വെളി ചാടി കഴിഞ്ഞപ്പോഴത്തേക്കും കർത്താവ് എന്നോട് പറഞ്ഞു, പെട്ടെന്ന് ഡോർ അടയ്ക്കാൻ. ഡോർ അടച്ചു കഴിഞ്ഞതിന് ശേഷം ഞാൻ നോക്കി,
കുറച്ച് സമയം, അപ്പൊ ജനൽ തുറന്നിട്ട് നല്ല നിലാവൾ വെളിച്ചമുള്ള സമയമാണ്. ഞാൻ നോക്കുമ്പോൾ ദൂരത്തിലിരുന്ന് കാണാം, ജനൽ വഴി നോക്കിയാൽ കാണാം, ഒരു 5-6 പേര് വരുന്നു. കതകിൽ തള്ളിക്കഴിഞ്ഞപ്പോൾ ഉള്ളിൽ നിന്ന് ലോക്ക് ചെയ്തിരിക്കുന്നുണ്ട്, അവർക്ക് തുറക്കാൻ പറ്റിയില്ല, അവരങ്ങനെ തിരിച്ചുപോയി. എന്നാൽ പിന്നീട് ഞാന് 40 ദിവസം ഉപവാസം ഇരിക്കുകയാണ്. 40 ദിവസം ഉപവാസം ഇരിക്കുന്നതായ സമയത്ത് ഏതാണ്ട് 13 പേര് 39ാമത്തെ ദിവസം സ്നാനപ്പെടുകയാണ്. അതിലൊരു വ്യക്തി മുസ്ലിം വിഭാഗത്തിൽ നിന്ന് വിശ്വാസത്തിലേക്ക് വന്നതായ ഒരു വ്യക്തി സഹിതം അന്ന് സ്നാനപ്പെടുകയാണ്. അങ്ങനെ സ്നാനപ്പെടുന്നതായ അതിന് ഒരാഴ്ച മുമ്പ് ഞാനൊരു വിശ്വാസിയുടെ വീട്ടിലേക്ക് നടന്നു പോകുന്നതായ സമയത്ത് സുവിശേഷ വിരോധികൾ എന്നെ വളയുവാൻ ഒരു വർക്ക്ഷോപ്പിൽ നിന്ന് 5-6 പേര്, ഈ 2 വീലർ വർക്ക്ഷോപ്പിന്റെ സൈലൻസർ ഒരാൾ കയ്യിൽ പിടിച്ചുകൊണ്ട് ഇങ്ങനെ വരുമായിരുന്നു. ഞാൻ അടുത്തെത്താറായി കഴിഞ്ഞപ്പോഴത്തേക്കും ഇവരെന്നെ ചുറ്റും വളയാൻ ശ്രമിച്ചു. ഞാൻ അവിടെ നിന്നു, റോഡിലാണ്, ഞാൻ റോഡിൽ അവിടെ നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഇവരിങ്ങനെ അടുത്ത് വരുന്നത് പോലെ എനിക്ക് തോന്നി. അപ്പുറത്ത് വരും, എനിക്ക് മനസ്സിലായി എന്നെ തല്ലു എന്നുള്ള കാര്യം മനസ്സിലായി. ഞാൻ എന്ത് ചെയ്തു, കുറച്ചുകൂടെ 2 സ്റ്റെപ്പ് കൂടെ മുമ്പോട്ട് അടുത്തപ്പോൾ അവർ എൻ്റെ അടുത്ത് കുറച്ചുകൂടെ അടുത്ത് വന്നു കഴിഞ്ഞിട്ട് ഞാൻ കുനിഞ്ഞു, ഒരൊറ്റ ഓട്ടം ഓടി. ഞാനൊരൊറ്റ ഓട്ടം ഓട്ടിട്ട് ഇടവഴി കൂടെയൊക്കെ ഓടി. ഞാൻ ഒരു വിധത്തിൽ ഒരു മതിലൊക്കെ ചാടി ഞാൻ കറക്റ്റ് ഞാൻ താമസിക്കുന്ന വീട്ടിനകത്ത് കയറിയിട്ട്, ചർച്ചിന്റെ തൊട്ടടുത്ത റൂമുണ്ട് എനിക്ക്, ആ വീട്ടിനകത്ത് കയറി ഞാൻ കതകടച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ ദൈവസന്നിധിയിൽ ഉപവസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, ഇനി ഒരൊറ്റ വ്യക്തി എനിക്കെതിരെ വരരുത് എന്ന് പ്രാർത്ഥിച്ചു. പക്ഷേ ഉപവാസ പ്രാർത്ഥനയുടെ 19ാമത്തെ രാത്രിയിൽ, ആ രാത്രിയില് ദൈവാത്മാവിനോട് പറയാണ്, കതകടച്ച് നീ നേരത്തെ കയറി കിടന്നോണം എന്ന് പറഞ്ഞു. കയറി കിടന്നു. പക്ഷെ എനിക്ക് കിടക്കാൻ സാധിക്കുന്നില്ല. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതായ സമയത്ത് അന്ന് രാത്രി എന്നോട് പറയാണ്, ഈ കതക് ചവിട്ടി പൊളിച്ചാളുകൾ വന്ന് ഇന്ന് രാത്രി നിന്നെ കൊല്ലും എന്ന് പറഞ്ഞു. ഇന്ന് രാത്രി എന്നെ കൊല്ലുമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അന്ന് എൻ്റെ ഉള്ളിലൊരു പ്രത്യേക ആത്മധൈര്യം ഉണ്ടായി. ഞാൻ വളരെ ശക്തമായി ദൈവസന്നിധി ഇരുന്നു പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ഒരു 11:30 ആയി. ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, ദൈവദൂതന്മാര് ഈ ഹോളിന്റെ ഫ്രണ്ട് ഡോറിന്റെ ഫ്രണ്ടിലും ബാക്ക് ഡോറിന്റെ ഫ്രണ്ടിലും ദൈവദൂതന്മാര് കാവൽ നിൽക്കണം, അതെനിക്ക് കാണണം. തിരുവചനം കൈ പിടിച്ച് ഞാൻ പറയുക, സ്വർഗത്തിലെ ദൂതനെ എന്റെ കണ്ണുകൊണ്ട് ഞാൻ നേരിട്ട് കണ്ട രാത്രിയായിരുന്നു അന്ന്. ആ രാത്രിയിൽ 5-6 പേര് എന്നെ കൊല്ലാൻ വേണ്ടിയിട്ട് വരികയാണ്. വരുന്നതായ സമയത്ത് ഞാൻ കാണുന്നത് എൻ്റെ ചർച്ചിന്റെ ഫ്രണ്ട് ഡോറിന്റെ ഫ്രണ്ടിലിരിക്കുന്ന ആ ദൂതൻ തന്റെ കയ്യിലിരിക്കുന്ന ഒരു വാളുണ്ട്. ആ വാള് ഇങ്ങനെ കുത്തിപ്പിടിച്ച് ഇങ്ങനെ നിൽക്കുക. ഇങ്ങനെ ഞാൻ കാണുകയാണ്. പുറകിൽ നിൽക്കുന്ന ദൂതന്റെ കയ്യിൽ ഒരു വാളുണ്ട്. ആ വാളിങ്ങനെ ചുറ്റിക്കുക, ഇങ്ങനെ തലയ്ക്ക് ഇങ്ങനെ ചുറ്റിയാണ്. ചില ദിവസങ്ങൾ കഴിഞ്ഞു, എന്റെ ഉപവാസ പ്രാർത്ഥന കഴിഞ്ഞു, സ്നാനം നടന്നു. വലിയ അനുഗ്രഹമായി സഭയിൽ ഒത്തിരി ആത്മാക്കൾ വരാൻ തുടങ്ങി. വലിയ വിടുതലുള്ളതുകൊണ്ടിരിക്കുമ്പോൾ തൊട്ടപ്പുറത്ത് ഞാൻ താമസിക്കുന്ന ഞങ്ങളുടെ ചർച്ചിന്റെ 2 സ്ട്രീറ്റ് അപ്പുറത്ത് ആറുമുഖം എന്ന് പറയുന്ന ഒരു വ്യക്തി, ആ നാട്ടിലെ ഒരു സംഘടനയുടെ ഒരു പരമപ്രധാനമായ സ്ഥാനത്തിരിക്കുന്ന ഒരു സുവിശേഷ വിരോധിയായ ഒരു മനുഷ്യനാണ്. ആ മനുഷ്യൻ ആ നാടിനെ വിറപ്പിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യനാണ്. എന്നോട് പറഞ്ഞു, ഒരു സഹോദരി ഓടി വന്നിച്ച് പറയാ, ഞങ്ങളുടെ വീട്ടിലേക്കൊന്ന് വരണം. ഞാൻ പറഞ്ഞു, വീടേതാ? അപ്പൊ വീട് പറഞ്ഞു തന്നു. ഞാൻ ചോദിച്ചു, ആറുമുഖത്തിന്റെ വീടല്ലേ? അതെ. എന്തിനാ? അന്നേരം പറഞ്ഞു, ഒന്ന് പ്രാർത്ഥിക്കാനാ.
ഉച്ച സമയം അവിടെ ചെന്നു. പ്രാർത്ഥിക്കാൻ ചെന്നപ്പോഴല്ല ആ സഹോദരന്റെ പെങ്ങള് മണനയൊഴിച്ച് തീ കൊളുത്താൻ വേണ്ടി ഇരിക്കുക. ആ പെൺകുട്ടിക്ക് എന്തോ ഒരു അബദ്ധം പറ്റിപ്പോയതായ ഒരു സാഹചര്യത്തോടുള്ള ബന്ധത്തിൽ മരണത്തെ അവൾ ആശ്രയിക്കുക. അവൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാത്ത സാഹചര്യം. അന്ന് ഞാൻ ആ വീട്ടിൽ കയറി പ്രാർത്ഥിച്ചു. ആ കുടുംബം യേശുവിനെ സ്വീകരിച്ചു. അടുത്ത ഞായറാഴ്ച മുതൽ ഞാൻ ആ വീട്ടിൽ ആരാധന തുടങ്ങാനുള്ള ഭാഗ്യം സ്വർഗത്തിലെ ദൈവം എനിക്ക് തന്നു. ഇതിനകത്ത് നടന്നൊരു വലിയൊരു കാര്യമുണ്ട്. ഞാൻ അവിടെ പ്രാർത്ഥിച്ച് അവിടെ നിന്ന് ഇറങ്ങുന്നതിന് മുൻപ് എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, പാസ്റ്റർ എന്നോട് ക്ഷമിക്കണം. ഞാൻ ചോദിച്ചു എന്തിന്? അദ്ദേഹം എന്നോട് പറയാണ്, നിങ്ങൾ ഇവിടെ വന്ന് സഭ തുടങ്ങിയതായ ചില മാസങ്ങൾ കഴിഞ്ഞപ്പോൾ മുതൽ ഞാൻ നിങ്ങളെ കൊല്ലാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ പുറകെ നടക്കുക. അദ്ദേഹം പറഞ്ഞു, സിബി ടെക്സ്റ്റൈൽസ് എന്ന് പറയുന്ന കമ്പനിയുടെ മുമ്പിൽ വെച്ച് ഞാൻ നിങ്ങളെ കൊല്ലാൻ ശ്രമിച്ചു. നിങ്ങൾ ബോയമ്പാളയം എന്ന സ്ഥലത്തേക്ക് നടന്നു പോകുന്നതായ സമയത്ത് ഒരു പാലം കിടന്ന് ഒരു ചുടുകാട് വഴി നിങ്ങൾ നടന്ന് 3 പേര് നടന്നു പോകുമ്പോൾ തിരിച്ചാവടിയിൽ വന്നാൽ നിങ്ങളെ കൊല്ലണമെന്ന് വിചാരിച്ചു ഞാൻ കാത്തിരുന്ന വ്യക്തിയാണ്. അന്ന് നിങ്ങൾ അതുവഴി വന്നില്ല. അപ്പോൾ ഇങ്ങനെ ഇദ്ദേഹം എന്നെ കൊല്ലാൻ വേണ്ടി വന്നതായ സ്ഥലങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ആ സ്ഥലത്തൊക്കെ വെച്ച് ഞാൻ ഈ മനുഷ്യനെ കണ്ടിട്ടുണ്ട്. അന്ന് എന്നോട് പറഞ്ഞു, CSI ചർച്ചിന്റെ ഓപ്പോസിറ്റ് ഉള്ളതായിരിക്കുന്ന ബേക്കറിയുടെ ഫ്രണ്ടില് നിങ്ങൾ നടന്നു വരുന്നു എന്ന് കേട്ടിട്ട് ഞാൻ വടിവാളുമായിട്ട് വരികയാണ്. നട്ടുച്ച സമയം ഞാൻ അങ്ങോട്ട് വരുന്നതായ സമയത്ത് ഒരു ട്രാക്ടർ വരുന്നു. നിങ്ങൾ അപ്പുറത്തുമായി, ഞാൻ ഇപ്പുറത്തുമായി. എന്നിട്ട് ട്രാക്ടർ പോയി കണ്ടപ്പോൾ നിങ്ങൾ ബേക്കറി നിൽക്കുന്നുണ്ട്. ഞാൻ പെട്ടെന്ന് ആളുകളുള്ള സ്ഥലമായതുകൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ മടങ്ങിപ്പോയി. ഇദ്ദേഹം എന്നെ കൊല്ലാൻ വന്നതായ സ്ഥലങ്ങളൊക്കെ പറഞ്ഞു. അന്ന് പറഞ്ഞു, പാസ്റ്റേ, ഇനി ഈ തിരുപ്പൂരിൽ ഒരൊറ്റ വ്യക്തി നിങ്ങൾക്കെതിരെ വിരൽ ചൂണ്ടത്തില്ല. ഇതിനെ മുഴുവൻ കൺട്രോൾ ചെയ്യുന്ന വ്യക്തി ഞാനാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ധൈര്യസമേതം എവിടെ വേണമെങ്കിലും പോകാം എന്ന് പറഞ്ഞ് അദ്ദേഹം എന്നെ ധൈര്യപ്പെടുത്തി. എന്നാൽ ഞാൻ പറഞ്ഞു, എന്റെ സഹോദര, ഞാൻ ഇന്ന് വരയ്ക്കും നിങ്ങളെ എന്റെ ഒരു എതിരിയായിട്ടോ ഒരു ശത്രുവായിട്ടോ ഞാൻ കണ്ടിട്ട്, നിങ്ങളെ ഞാൻ ഒത്തിരി ഭാഗങ്ങളിൽ കണ്ടിട്ടുണ്ട്. എന്തോ ഒരു ദേഷ്യം ഉള്ളതുപോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെയൊന്നും സംഭവിക്കുമെന്ന് ഞാൻ അറിഞ്ഞില്ല. അങ്ങനെ അദ്ദേഹം പറയണ കേട്ടാൽ ഒത്തിരി പ്രാവശ്യം എന്നെ കൊല്ലാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. എന്നാൽ ഒരു കാര്യം പറഞ്ഞാൽ അദ്ദേഹം എന്നോട് പറയാണ്, നിങ്ങളൊരു ദൈവമനുഷ്യനാണ്. നിങ്ങളൊരു ദൈവമനുഷ്യനായതുകൊണ്ടാണ് നിങ്ങളെ ഒന്നും ചെയ്യാൻ പറ്റാതെ ആയത് എന്ന് പറഞ്ഞു. കർത്താവിന്റെ കൃപയാൽ ഞാൻ അവിടെ നിന്നുകൊണ്ട് പല സ്ഥലങ്ങളിൽ സഭകളെ സ്ഥാപിക്കുവാൻ സ്വർഗത്തിലെ ദൈവം എനിക്ക് ഭാഗ്യം നൽകി. ഏതാണ്ട് 19 ശുശ്രൂഷകന്മാര് എന്റെ കൂടത്തിലുണ്ടായിരുന്നു. ഈ 19 ശുശ്രൂഷകന്മാർക്ക് ഞാൻ നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നതായ സമയം എന്റെ പ്രായം എന്ന് പറയുന്നത് 25 വയസ്സാണ്. 25 വയസ്സുള്ളതായിരിക്കുന്ന സമയത്ത് ഞാനൊരു സെൻട്രൽ പാസ്റ്റർ. ഞാൻ ആദ്യമായി ഒരു വിവാഹം നടത്തുമ്പോൾ എനിക്ക് 26 വയസ്സാണ്. അങ്ങനെ ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ ഒത്തിരി വിവാഹങ്ങൾ നടത്തുവാനുള്ള ഭാഗ്യം ദൈവം നൽകിയിട്ടുണ്ട്. ഒത്തിരി മരണ ശുശ്രൂഷകള് എനിക്ക് നടത്താനുള്ള ഭാഗ്യം ചെയ്തിട്ടുണ്ട്. സ്തോത്രം. ഒരിക്കൽ കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ഷിബു നെടുവേലി എന്നോടൊരു ചോദ്യം ചോദിച്ചു, എത്ര പേരെ സ്നാനപ്പെടുത്തിയിട്ടുണ്ട്? അന്ന് അദ്ദേഹം IPCയുടെ കേരള സ്റ്റേറ്റ് സെക്രട്ടറി ആയിട്ടിരിക്കുന്ന സമയമാ. അന്നേരം ഞാൻ പറഞ്ഞാ 673 പേരെ ഞാൻ സ്നാനപ്പെടുത്തിയിട്ടുണ്ട് അന്ന്. ഇന്ന് അതിനേക്കാളും കൂടുതലുണ്ട്. പല സഭകളെ സ്ഥാപിക്കുവാൻ സ്വർഗത്തിലെ ദൈവം എനിക്ക് ഭാഗ്യം തന്നു. ഇപ്പൊ ഇത്രയും ആളുകളെ സ്നാനപ്പെടുത്തിയതെല്ലാം ഞാൻ നേടിയ ആത്മാക്കളൊന്നുമല്ല. എന്റെ കൂടത്തിൽ ഇത്രത്തോളം സഭകൾ ഉള്ളത് കൊണ്ട് ആ സഭകളിലും ഞാൻ ശുശ്രൂഷയ്ക്ക് പോയ സ്ഥലങ്ങളിൽ കേരളത്തിലും കേരളത്തിന് വെളിയിലും തമിഴ്നാടിന് പുറത്തും ഒക്കെ ഉള്ളതായ പല സ്റ്റേറ്റുകളിൽ ഞാൻ ഇങ്ങനെ സ്നാനപ്പെടുത്തിയിട്ടുണ്ട്. കാരണം എന്താന്ന് ചോദിച്ചാൽ, ഞാൻ ആ സ്നാനത്തിന്റെ കണക്ക് പറയാൻ ഒരു കാരണം, എന്നോട് പറഞ്ഞു, നിന്റെ യൗവനക്കാലം, ഒരു ദേവദാസൻ പറഞ്ഞ ഒരു ആലോചനയാണ്, നിന്റെ യൗവന കാലഘട്ടത്തിൽ നീ കർത്താവിനോട് ചേരും എന്ന് പറഞ്ഞു. യൗവനകാലത്തിൽ കർത്താവിനോട് ചേരും. എന്നിട്ട് അദ്ദേഹം എന്നോട് പറഞ്ഞ വെളിപ്പാട് ഞാൻ കാണുന്നത് ഇങ്ങനെയാണ്,
ആദ്യം നിങ്ങളുടെ കഴുത്ത് വെട്ടും, അതിനുശേഷം കൈവെട്ടും, അതിനുശേഷം കാലുവെട്ടും, വെട്ടി വെട്ടി പീസ് പീസാക്കി തമിഴ് ബോർഡ് എഴുതിയിരിക്കുന്ന ഭാഗങ്ങളിൽ വലിച്ചെറിഞ്ഞിട്ടിരിക്കുന്നത് ഞാൻ കാണുന്നു എന്ന് അദ്ദേഹം ഒരു വെളിപ്പാട് പറഞ്ഞു. അന്ന് ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു, ദൈവദാസനെ, ഞാൻ തമിഴ്നാട്ടിലാണ് കർത്താവിന്റെ വേല ചെയ്യുന്നത്. അദ്ദേഹം എന്നെ ആദ്യമായിട്ട് കാണുന്ന വ്യക്തിയാണ്, അദ്ദേഹത്തിന് എന്നെ അറിയത്തുമില്ല. അതുകൊണ്ട് എന്നിട്ട് അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, നീ 1000 പേരെ സ്നാനപ്പെടുത്തും, 1000 പേരെ സ്നാനപ്പെടുത്തും. 1000 പേരെ സ്നാനപ്പെടുത്തിയാൽ അന്നാൽ ഓർത്തോ, നിന്നെ കർത്താവിന്റെ രാജ്യത്തിൽ ചേർക്കാനുള്ള സമയമായി. അപ്പോൾ എന്റെ സമയം അങ്ങനെ നോക്കട്ടെ, 100-300 പേരെ കൊണ്ട് സ്നാനപ്പെടുത്തിയാൽ, 300 അടുത്ത ആളുകൾ സ്നാനപ്പെടുത്തിയാൽ എനിക്ക് അങ്ങോട്ട് പോകേണ്ടതായ സമയമായി. ഈ ആലോചന പ്രകാരം സ്തോത്രം. കർത്താവിന്റെ കൃപയാൽ വളരെ ശക്തിമായി കർത്താവിന്റെ വേലയോടുള്ള ബന്ധത്തിൽ തമിഴ്നാട്ടിലെ പല ഭാഗങ്ങളിൽ ഇരുന്നു. ഇങ്ങനെ പല സഭകളെ സ്ഥാപിച്ചു. തിരുപ്പൂരിൽ നിന്ന് മാറി മേട്ടുപ്പാളയത്ത് വന്നു, മേട്ടുപ്പാളയത്ത് സഭ ആരംഭിച്ചു. ഞാന് ഒരു വർഷം മാത്രമേ ഒരു പഴയ സഭയിൽ ശുശ്രൂഷ ചെയ്തിട്ടുള്ളൂ, 1 വർഷം മാത്രം. അതിനുശേഷം ഞാൻ ഇപ്പൊ ഇരിക്കുന്ന സ്ഥലത്ത് 10 വർഷമായി. ഞാന് പുതിയ സ്ഥലം, വേലയില്ലാത്ത സ്ഥലത്ത് പോയി സഭ ആരംഭിച്ച്, ആത്മാക്കളെ നേടി സഭ ആരംഭിച്ച് ഞാനിങ്ങനെ സഭയായതിനു ശേഷം ഒരു ദൈവദാസനെ ഏൽപ്പിച്ചിങ്ങനെ പോവുക. അങ്ങനെ ഇപ്പോൾ ഇരിക്കുന്നത് 3ാമത്തെ സ്ഥലത്താണ്. ഈ സ്ഥലത്താണ് ഏറ്റവും കൂടുതൽ വർഷം ഞാൻ ഇരുന്നിട്ടുള്ളത്, ഏറ്റവും കുറവ് ആളുകളെ സ്നാനപ്പെടുത്തിയത്. കഴിഞ്ഞ വർഷത്തിലും ഇവിടെ സ്നാനം നടന്നു, 6 പേര് സ്നാനപ്പെട്ടു. 6 പേരിൽ സ്നാനപ്പെട്ടത് ഒരു വ്യക്തി മുസ്ലിം വിഭാഗത്തിൽ നിന്ന് വിശ്വാസത്തിൽ വന്നതായ ഒരു സഹോദരിയാണ് ഇവിടെ ഈ കഴിഞ്ഞ 6 മാസത്തിന് മുമ്പ് സ്നാനപ്പെട്ടത്. അങ്ങനെ ദൈവകൃപയാല് ഒത്തിരി ആത്മാക്കളെ നേടുവാൻ, സഭകളെ സ്ഥാപിപ്പാനെല്ലാം ദൈവം ഭാഗ്യം തന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ നീറുന്ന ഒത്തിരി വേദന എൻ്റെ ജീവിതത്തിലേക്ക് വന്നു. നിരാശജനകമായ ഒത്തിരി അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിൽ വന്നു. പിടിച്ചു നിൽക്കുവാൻ കഴിയാത്ത പ്രതികൂലത്തിന്റെ കാറ്റ്, ഒരു മരത്തിൽ ഒരു ചുഴലിക്കാറ്റ് ചുറ്റിയടിച്ച് ആ മരത്തെ ചോടോടെ പറിച്ചു കളയുവാൻ ശ്രമിക്കുന്നത് പോലെ ഞാൻ തകർന്നു പോകുന്ന അനുഭവത്തിലേക്ക് പിന്നീട് ഞാൻ വരാനിടയായി. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ വീട്ടിൽ ഞങ്ങൾക്ക് 6 മക്കളാണ്. എൻ്റെ മൂത്ത സഹോദരി, എൻ്റെ മൂത്തത് ചേട്ടൻ, അതിനുശേഷം ഒരു സഹോദരി, അതിനുശേഷം ഒരു സഹോദരി, അതിനുശേഷം ഞാൻ, അതിനുശേഷം ഒരു സഹോദരി, അതിനുശേഷം എൻ്റെ ഒരു സഹോദരൻ. അപ്പോൾ എൻ്റെ മൂത്ത സഹോദരി, എൻ്റെ ചേട്ടൻ കഴിഞ്ഞാലുള്ള സഹോദരി, ഞങ്ങൾ വളരെ കഷ്ടതയിലും പ്രതിസന്ധിയിൽ ഇരിക്കുന്നതായ സമയത്ത് അവൾക്ക് സിംഗപ്പൂരിൽ ജോലി കിട്ടി. അവളെ ജോലി ചെയ്ത് നല്ല നിലയിൽ ജീവിച്ചുകൊണ്ടിരിക്കുക. അവളുടെ വിവാഹം കഴിഞ്ഞു, 2 മക്കളുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ അവളുടെ ജീവിതം വലിയ പ്രയാസത്തിലായി. അവളുടെ ഭർത്താവ് ഒരു മെന്റൽ പേഷ്യന്റ് ആയിരുന്നു. അദ്ദേഹത്തിന്റെ വീട്ടിലാക്കി. പിന്നീട് ഞങ്ങൾ സഹിക്കാവുന്നിടത്തോളൊക്കെ സഹിച്ചു കൊണ്ടുപോകാൻ നോക്കിയതാണ്. അദ്ദേഹത്തിന് പിന്നെ കെട്ടിയിടേണ്ട സാഹചര്യം വന്നു. അവൾ അപ്പോൾ എന്ത് ചെയ്തു, ആ വിവാഹ ബന്ധം വേർപിരിഞ്ഞ് അന്നും ഇന്നൊക്കെയാ. അപ്പോൾ അങ്ങനെ നിൽക്കുന്നതായ സമയത്ത് ഈ 2 മക്കളെ വളർത്തണം. അപ്പോൾ അവൾ സിംഗപ്പൂരിൽ ജോലി കിട്ടി നല്ല നിലയിൽ പോയിക്കൊണ്ടിരിക്കുന്നതായ സമയം ഒരിക്കൽ സിംഗപ്പൂരിൽ നിന്നൊരു കോള് വന്നു. എൻ്റെ അനിയൻ എന്നെ വിളിച്ചു. അവൻ അപ്പൊ ആസാമിലാണ്. എന്നോട് പറഞ്ഞു, ചേട്ടാ, ചേച്ചിക്കൊരു വല്ലാത്ത ഒരു അസ്വസ്ഥതയുണ്ട്, അതുകൊണ്ട് നമുക്കൊന്ന് ചേച്ചിനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോകണം, അടുത്ത ദിവസം നെടുമ്പാശ്ശേരി. ഞാൻ പറഞ്ഞു, മോനെ, എനിക്ക് സമയമില്ല, നീ ഒന്ന് വരാമെന്ന് പറഞ്ഞു. അന്നേരം പറഞ്ഞു, അവനൊരു ബൈബിൾ കോളേജ് അധ്യാപകനാണ്, അവനും കൺവെൻഷൻ പ്രാസംഗികനാണ്, നല്ല അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷകനാണ്. അന്നേരം പറഞ്ഞു, എനിക്കിപ്പോ ബൈബിൾ കോളേജ് ലീവാ, എന്നപ്പം ഞാൻ വരാം. അപ്പൊ എന്റെ തിരക്ക് കൊണ്ട് അവൻ പറഞ്ഞു നെടുമ്പാശ്ശേരി വന്നു. എറണാകുളം മെഡിക്കൽ ടെസ്റ്റില് എന്റെ സഹോദരിയെ കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്തു. 2ാമത്തെ ദിവസം അവിടെ നിന്ന് ഒരു റിസൾട്ട് കിട്ടിയത് എന്റെ സഹോദരിക്ക് ക്യാൻസറിന്റെ 4th സ്റ്റേജ് ആണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഒന്നെങ്കിൽ വെല്ലൂര് കൊണ്ടുപോവുക, അല്ല എങ്കിൽ RCC കൊണ്ടുപോവുക. വെല്ലൂര് കൊണ്ടുപോകുക എന്ന് പറയുന്നത് ഒരു പ്രയാസമുള്ള കാര്യമായതുകൊണ്ട് ഞങ്ങൾ നേരെ RCC കൊണ്ടുപോയി ചികിത്സ തുടങ്ങി. 3 മാസം RCC ചിലപ്പോൾ ചികിത്സയില്ലല്ലോ, അവിടെ എല്ലാം ടെസ്റ്റ് ആയിരിക്കുമല്ലോ. അങ്ങനെ ടെസ്റ്റുകളെല്ലാം ചെയ്തു വരുന്നുകൊണ്ടിരിക്കുന്നതായ സമയത്ത് ഏതാണ്ട് 3 മാസം കഴിഞ്ഞപ്പോഴാണ് അവർക്ക് ചികിത്സ ലഭിക്കുന്നത്. അപ്പോഴത്തേക്കും പറഞ്ഞു, ഏതാണ്ട് 27 റേഡിയേഷൻസ് ചെയ്യണം, 12 കീമോ ചെയ്യണം, ചിലപ്പോൾ അതിൽ കൂടുതൽ ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞു. ശരി, അങ്ങനെ ഇരിക്കുന്നതായ സമയം നമുക്ക് നോക്കാം. ക്യാൻസറിന്റെ 4th സ്റ്റേജ് ആണ്. അവളുടെ വൻകുടലും മലദ്വാരത്തിലുമാണ് ക്യാൻസർ. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും
ഈ റേഡിയേഷൻസ് എല്ലാം കഴിഞ്ഞു. കീമോ കഴിഞ്ഞിട്ട് ഡോക്ടർ പറഞ്ഞു ഓപ്പറേഷൻ ചെയ്ത് വൻകുടൽ മുതൽ മലദ്വാരം വരെ കളയണം, അല്ലാതെ വേറെ വഴിയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കുന്നതായ സമയം ഓപ്പറേഷൻ ചെയ്തു. വൻകുടൽ മുതൽ മലദ്വാരം വരെ കളഞ്ഞതായിരിക്കുന്ന സമയം എൻ്റെ പിതാവ് അവളോടൊരു പ്രത്യേക സ്നേഹമുള്ള ആളാണ്. അപ്പൊ പിതാവിനോട് മാതാവിനോട് 4 മാസത്തോളം മക്കള് മറച്ചു വെച്ചു കഴിഞ്ഞപ്പോൾ ഇവള് മരിക്കുന്ന ഒരു കണ്ടീഷൻ വന്നപ്പോ പറഞ്ഞു, അപ്പച്ച ഒരു കാര്യം ചെയ്യണം, ജെസ്സിക്ക് ഒരു ചെറിയ ക്യാൻസർ ആണ്, അപ്പച്ചൻ പോയി കണ്ടോ എന്ന് പറഞ്ഞു. RCC എന്ന് പറഞ്ഞു. എന്റെ അപ്പൻ ക്യാൻസറോ എന്ന് ചോദിച്ചുകൊണ്ട് നേരെ പുറകോട്ട് മറിഞ്ഞു വീണതായിരിക്കുന്ന സമയത്ത് എന്റെ ചേട്ടൻ എടുത്തുകൊണ്ട് ഞങ്ങളുടെ അടുത്തുള്ളതായ തച്ചമ്പാറ ആശുപത്രി കൊണ്ടുപോയി. അവിടെ കൊണ്ട് അഡ്മിറ്റ് ചെയ്ത് 10 ദിവസം കഴിഞ്ഞ് എന്റെ അപ്പൻ വീട്ടിൽ വരുമ്പോൾ മുഴുപ്രാന്തനായിട്ടാ വരുന്നത്. രാത്രിയിൽ ഉറക്കമില്ല, സുബോധമില്ല, എന്ത് പറയുന്നു എന്ത് ചെയ്യുന്നു അറിയത്തില്ല, ഓർമ്മയില്ല, മൈൻഡ് കംപ്ലീറ്റ് മാറി. അത് കഴിഞ്ഞ് എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ആ ചോദിക്കുന്നതിന് ശരിയായ മറുപടി പറയത്തില്ല. രാത്രിയില് ഉറങ്ങാതെ ഒരു പുതയ്ക്കും, അത് ചുരുട്ടും, തലകണ്ണയുടെ കീഴിൽ വെക്കും, അതിനുശേഷം പിന്നെ എടുത്ത് പുതയ്ക്കും, അതിങ്ങനെ ചുരുട്ടും, പിന്നെ എടുത്ത് തലയുടെ കീഴിൽ വെക്കും. എന്നിട്ട് അടുക്കളയിലേക്ക് പോകും, ആഹാരം എടുത്ത് കഴിക്കും, വെള്ളം വളരെ കുറച്ച് കുടിക്കും. ഇങ്ങനെ രാത്രി മുഴുവൻ വീട്ടിൽ കൂടെ നടക്കും. രാത്രി ഫുള്ള വീട്ടിൽ കൂടെ നടക്കുക. അങ്ങനെ നടക്കുന്നതായ സമയത്ത് എന്റെ ചേട്ടൻ പറഞ്ഞു, നീ ഒന്ന് വന്ന് നോക്ക്, അപ്പന്റെ അവസ്ഥ നോക്ക് എന്ന് പറഞ്ഞു. അപ്പന് വേണ്ടി ഒത്തിരി പ്രാർത്ഥിച്ചു. ഒരു സൗഖ്യം കാണുന്നില്ല. സാമ്പത്തികമായിട്ട് വളരെ തകർന്നിരിക്കുന്നതായ സമയം പെങ്ങളുടെ ചികിത്സ, പെങ്ങളുടെ 2 മക്കള് കൊച്ചു മക്കളാണ്. അപ്പോ അപ്പനില്ലാതെ വളരുന്ന ആ മക്കളെ എങ്ങനെ വളർത്തണം കർത്താവേ, അതുകൊണ്ട് ഇവളെ ജീവിപ്പിക്കണമെന്ന് ദൈവത്തോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ഈ മക്കളുടെ ആരെങ്കിലും കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കുന്ന കാലം വരെയെങ്കിലും ഇവൾ ജീവിച്ചിരിക്കണം, ദൈവം സൗഖ്യം കൊടുക്കണമെന്ന് പറയുന്നു. അങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നതായ സമയത്ത് അപ്പന്റെ നില വളരെ ഗുരുതരം, പെങ്ങളുടെ നില വളരെ ഗുരുതരം, സാമ്പത്തികമായി തകർന്നിരിക്കുമ്പോൾ അന്ന് ഉമ്മൻചാണ്ടി സാറാണ് മുഖ്യമന്ത്രി. മുഖ്യമന്ത്രിയുടെ ഒരു ധനസഹായം ക്യാൻസർ പേഷ്യൻസിനുണ്ട് എന്ന് പറഞ്ഞു കേട്ടപ്പോൾ ഞങ്ങളുടെ അടുത്ത് ഞങ്ങളുടെ പഞ്ചായത്തിൽ നിന്ന് ഒരു ഫോം മേടിച്ച് ഫില്ല് ചെയ്ത് ഞങ്ങളുടെ വില്ലേജിൽ കൊടുത്ത് വില്ലേജ് ഓഫീസർ സൈൻ ചെയ്ത് ഡോക്ടർ സൈൻ ചെയ്താൽ 50,000 രൂപ ക്യാഷ് ആയിട്ട് നമുക്ക് കൈ കിട്ടും എന്ന് പറഞ്ഞ് ഈ പൈസ മേടിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ അമ്മ ഈ ഫോം മേടിക്കാൻ വേണ്ടി പോവുകയാണ്. ഞാൻ അന്ന് തിരുവനന്തപുരം മരിയാപുരം AG ചർച്ചിൽ ഒരു കൺവെൻഷന് ഞാൻ പ്രസംഗിക്കാൻ വേണ്ടി പോവുക. അപ്പോൾ ഉപവാസ പ്രാർത്ഥനയാണെങ്കിൽ എനിക്ക് ആരെങ്കിലും ഏൽപ്പിക്കാം, പക്ഷെ കൺവെൻഷൻ ആയതുകൊണ്ട് പെട്ടെന്ന് ആരെയും ഏൽപ്പിക്കാൻ കഴിയത്തില്ലല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ എൻ്റെ അമ്മയോട് പറഞ്ഞു, അമ്മ അതൊന്ന് മേടിച്ച് ചേട്ടന്റെ മക്കളുണ്ട് അവരോടൊന്ന് പറഞ്ഞ് അത് ഫില്ല് ചെയ്ത് കൊടുക്കുക എന്ന് പറഞ്ഞു. എൻ്റെ അമ്മ പോകുന്ന വഴിയില് ബസ്സിൽ നിന്ന് ഇറങ്ങാൻ തുടങ്ങുന്നതായ സമയം ലാസ്റ്റ് സ്റ്റെപ്പിൽ നിന്ന് കാല് വെളിയിലേക്ക് വെക്കുന്നതും ബസ്സുകാരൻ അതിസ്പീഡില് ബസ് എടുത്തു. എൻ്റെ അമ്മ തെറിച്ചു പോയി വീണു. ഒരു കാല് സ്റ്റെപ്പിലും ഒരു കാല് തറയിലും വെച്ചിരിക്കുമ്പോൾ ബസ് എടുത്തപ്പോൾ വളരെ സ്പീഡിൽ ബസ് എടുത്തു. അമ്മ തെറിച്ചു പോയി വീണു. അമ്മയുടെ വലത് കാല് ഒരു ഇലക്ട്രിക് പോസ്റ്റിൽ പോയി ഇടിച്ച് മുട്ടുവെച്ച് 2ആയി മുറിഞ്ഞുപോയി. അമ്മയുടെ കാല് 2ആയി മുറിഞ്ഞുപോയി. തൊലിക്കകത്ത് കാല് തൂങ്ങിക്കിടക്കുമ്പോൾ എന്റെ ചേട്ടനെ ബസ്സുകാരി വിവരം അറിയിച്ചു. തച്ചമ്പാറ ആശുപത്രി കൊണ്ടുപോയി. അവര് പറഞ്ഞു രക്ഷയില്ല, അതുകൊണ്ട് അൽഷിഫ ഹോസ്പിറ്റലിലെ പെരിന്തൽമണ്ണയിലുള്ള മലപ്പുറം ഡിസ്ട്രിക്റ്റിലെ പെരിന്തൽമണ്ണ അൽഷിഫ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിക്കൊള്ളാൻ പറഞ്ഞു. അൽഷിഫ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. അൽഷിഫ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയതായിരിക്കുന്ന സമയം എന്തിനു പറയുന്നു, അവിടെ ആ സമയത്ത് എന്റെ ചേട്ടൻ എന്നെ വിളിച്ചു. അമ്മയ്ക്ക് ഇന്ന പോലുള്ളതായിരിക്കുന്ന ഒരു പ്രതിസന്ധിയാണ് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ചേട്ടൻ ഒരു കാര്യം ചെയ്യണം, കൊണ്ടുപോകും, ഞാൻ രാത്രി മീറ്റിംഗ് കഴിഞ്ഞ് വരാം. എൻ്റെ ചേട്ടൻ ആശുപത്രി കൊണ്ടുപോയി. ഞാൻ മീറ്റിംഗ് കഴിഞ്ഞ് വെളുപ്പിനെ ഞാൻ ആശുപത്രി ചെന്നു. അന്ന് കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, യഗസ്കേൽ പ്രാർത്ഥിച്ചപ്പോൾ അസ്ഥിയോട് ചേർന്നു. അതൊരു പ്രവചനമാണെങ്കിലും ആ വചനത്തെ ഞാൻ മുറുകെ പിടിച്ച് ഞാൻ പ്രാർത്ഥിക്കുക. എൻ്റെ അമ്മയുടെ അസ്ഥി
ഈ കാലിന്റെ അസ്ഥിയെ കൂട്ടി യോജിപ്പിക്കണം. ഇനി എനിക്ക് സഹിക്കാൻ കഴിയത്തില്ല. ക്യാൻസറായി കിടക്കുന്ന പെങ്ങള്, മെന്റലായി തീർന്ന അപ്പൻ, കാല് മുറിഞ്ഞു പോയിരിക്കുന്നതായ അമ്മ, ഇനി സഹിക്കാൻ കഴിയത്തില്ല. അതുകൊണ്ട് കർത്താവ് ഈ അസ്ഥിയൊന്ന് കൂട്ടി യോജിപ്പിക്കണമെന്ന് പിറ്റേ ദിവസം ഏതാണ്ട് ഉച്ചയോടടുത്ത സമയത്ത് ഓപ്പറേഷൻ ചെയ്തു. ഓപ്പറേഷൻ ചെയ്തതായ സമയത്ത് ഡോക്ടറിനെ വിളിച്ചു പറഞ്ഞു, ഓപ്പറേഷൻ സക്സസ്, ഓപ്പറേഷൻ വിജയിച്ചു, കാല് യോജിച്ചിട്ടുണ്ട്, 1.5 വർഷത്തേക്ക് കാല് നിലത്ത് കുത്തരുത് എന്ന് പറഞ്ഞു. അങ്ങനെ അമ്മേനെ അടുത്ത ദിവസം വാടി കൊണ്ടുവന്നു. അങ്ങനെ പ്രാർത്ഥിച്ചു. എന്നിട്ട് എൻ്റെ അമ്മേനോട് പറഞ്ഞു, മക്കളെ, ഈ കഷ്ടതയിൽ എനിക്ക് ഈ വിപത്ത് കൂടെ നേരിട്ടപ്പോ മക്കൾ ഒത്തിരി കഷ്ടപ്പെടുന്നുണ്ടല്ലോ. ഞാൻ പറഞ്ഞു, അമ്മ അതൊന്നും ഓർത്ത് ഭാരപ്പെടണ്ട, അമ്മ നന്നായിരുന്നാൽ മതി. അങ്ങനെ ഇരിക്കുന്നതായ സമയത്ത് അമ്മേനെ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ കൊണ്ടുവന്നു. വീട്ടിൽ കൊണ്ടുവന്ന് മാസങ്ങൾ കഴിഞ്ഞു. മാസങ്ങൾ കഴിഞ്ഞതായിരിക്കുന്ന സമയത്ത് എൻ്റെ പെങ്ങളൊരു ക്രിട്ടിക്കൽ സ്റ്റേജിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു. അപ്പൻ അതേപോലെയുള്ളതായിരിക്കും നിലയിൽ നീങ്ങിക്കൊണ്ടിരിക്കുന്നു. പെങ്ങളുടെ ഓപ്പറേഷൻ കഴിഞ്ഞ് വൻകുടൽ മുതൽ മലദ്വാരം വരെ ഓപ്പറേഷൻ ചെയ്ത് എടുത്തു കളഞ്ഞു. ലാസ്റ്റ് ഏതാണ്ട് 12 കീമോയില് 11ാമത്തെ കീമോയാണെന്ന് എനിക്ക് തോന്നുന്നത്. ആ കീമോ മുതൽ കീമോ കയറുന്നില്ല, ഇഞ്ചക്ഷൻ കയറുന്നില്ല, ഗുളിക കഴിക്കുമ്പോൾ ശരീരം നീര് വെക്കുന്നു, മരുന്ന് എടുക്കുന്നാത്ത അവസ്ഥയിലേക്ക് വന്നു. എൻ്റെ പെങ്ങളെ നേരെ ICUവിലേക്ക് മാറ്റിയതായ ഒരു സമയം ഞാൻ ഓർക്കുന്നു. അങ്ങനെ ഇരിക്കുന്നതായ സമയത്ത് വളരെ പ്രതിസന്ധിയിലും വളരെ വേദനയിലും ഇരിക്കുക. അന്ന് ഞങ്ങള്, എൻ്റെ അനിയൻ പറഞ്ഞതായൊരു കാര്യമുണ്ട്. എപ്പോഴും അനിയനായിരിക്കും മിക്കവാറും അവിടെ നിൽക്കുന്നത്. എപ്പോഴും ചെന്ന് ചേച്ചിയുടെ അടുത്ത് ചെന്ന് നോക്കും, ജീവനുണ്ടോ എന്ന്. മരണത്തോട് മല്ലടിക്കുമ്പോൾ ഞാന് 21 ദിവസം ഉപവാസത്തിന്റെ അവസാന സമയത്ത് ഞാൻ ദൈവസന്നിധി പ്രാർത്ഥിച്ചു. 19ാമത്തെ ദിവസം ഒരു ദൈവശബ്ദം കേട്ടു, എന്റെ സഹോദരിയെ കർത്താവ് സൗഖ്യമാക്കുമെന്ന്. അങ്ങനെ വീട്ടിൽ ഉപവാസ പ്രാർത്ഥനയുടെ അവസാനത്തെ ദിവസം ഞാൻ ഉച്ചയായിരുന്ന സമയത്ത് ഞാൻ തന്നെ പ്രസംഗിച്ച് എന്റെ സഭയിലെ പാസ്റ്ററും ആളുകളെല്ലാം ഇരിക്കുമ്പോൾ ആ 3ാമത്തെ ദിവസം പകല് ഞാൻ എന്റെ വീട്ടിൽ ഉപവാസ പ്രാർത്ഥനയുടെ 3ാമത്തെ ദിവസം പകല് ഞാൻ പ്രസംഗിച്ച് എന്റെ അപ്പന് വേണ്ടി തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. ആ ദിവസം എന്റെ അപ്പന് സുബോധം വന്നു. അപ്പൻ നോർമലായി. അടുത്ത ദിവസം എന്റെ സഹോദരിയുടെ അടുക്കൽ ഞാൻ ചെന്നു. വളരെ ക്രിട്ടിക്കലായിരിക്കുന്ന സമയത്ത് എന്റെ സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ദൈവത്തിന്റെ കൃപയാൽ എന്റെ സഹോദരി അത്ഭുതകരമായ സൗഖ്യം പ്രാപിച്ചു. അടുത്ത ദിവസങ്ങളിൽ ആശുപത്രി വിട്ടു. ആശുപത്രി വിട്ടു കഴിഞ്ഞിട്ട് അവൾ വീട്ടിൽ വന്നു. ഇന്ന് ഏകദേശം 10 വർഷം കഴിഞ്ഞു. യേശു അവൾക്ക് സൗഖ്യം കൊടുത്തു. 10 വർഷമായിട്ട് ക്യാൻസറിന്റെ പേരിൽ 1 രൂപയുടെ ഗുളിക കഴിക്കാനോ, അതിന്റെ പേരിൽ ഒരു കീമോ ചെയ്യാനോ, അതിന്റെ പേരിൽ ഒരു റേഡിയേഷൻ ചെയ്യാനോ, അതിന്റെ പേരിൽ ഒരു ഇഞ്ചക്ഷൻ എടുക്കാനോ ഈ 10 വർഷമായിട്ട് ദൈവം അനുവദിച്ചില്ല. അത്ഭുതകരമായ സൗഖ്യം എന്റെ സഹോദരിക്ക് ദൈവം നൽകി. ആരോഗ്യത്തോടെ ബലത്തോടെ അവൾ ഇന്ന് കോയമ്പത്തൂരിൽ ജോലി ചെയ്ത് താമസിക്കുകയാണ്. അപ്പോൾ ഒരു കാര്യം ഓർക്കണം, അവൾക്ക് വൻകുടലില്ല, മലദ്വാരമില്ല, പകരൊരു ബാഗാണ് വെച്ചിരിക്കുന്നത്. കഴിഞ്ഞ 10 വർഷമായിട്ട് ഈ ബാഗ് വെച്ച് അവള് ഇരിക്കുകയാണ്. അവളുടെ മകള് മെഡിസിന് പഠിത്തം കഴിഞ്ഞു. അവളുടെ മോന് സിംഗപ്പൂരിൽ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കർത്താവ് സ്ഥിതി മാറ്റി. എന്നാൽ ഈ എൻ്റെ സഹോദരിയുടേതായ വിടുതല്, അതിനുശേഷം എൻ്റെ അമ്മ എഴുന്നേറ്റ് ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞ് എൻ്റെ അമ്മ നടക്കാൻ തുടങ്ങി. ഏതാണ്ട് 2 വർഷം അമ്മ സുഖമായിരിക്കുമ്പോൾ പെട്ടെന്ന് അമ്മയ്ക്ക് ഷുഗർ കൂടി. അമ്മേനെ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്ത് പിന്നെ 1.5 മാസത്തോളം എൻ്റെ അമ്മ ആശുപത്രിയിലായിരുന്നു. ഡോക്ടർ കൈവിട്ടു. അങ്ങനെ കൈവിട്ടിട്ട് ഞങ്ങള് അടുത്ത ദിവസം അമ്മയെ വീട്ടിൽ കൊണ്ടുവന്നു. വീട്ടിൽ കൊണ്ടുവന്നിട്ട് ഞാൻ ഒരു പ്രഭാതത്തിൽ അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, അമ്മ ഞാന് ഇന്നൊരു മീറ്റിങ്ങിൽ പോവുകയാണ്, വരുമ്പോ ഞാൻ കാണാം.
അതല്ല എങ്കിൽ ദൈവത്തിന്റെ ഹിതം നിറവേറട്ടെ, അമ്മ ധൈര്യമായിട്ടിരിക്കൂ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് ഞാൻ പോയി. ഉച്ചയായപ്പോൾ എനിക്കൊരു കോൾ വന്നു. അമ്മ 2 മണിക്ക് തിരിയിൽ കർത്താവിന്റെ സന്നദ്ധിയിൽ ചേർന്നു എന്ന് പറഞ്ഞു. അമ്മ ആ സമയത്ത് മരിച്ചു. അമ്മയുടെ മരണം അല്പം വേദന തന്നു. അമ്മയുടെ മരണം ജീവിതത്തെ ഒന്ന് ആട്ടി ഉലച്ചപ്പോൾ അമ്മയുടെ അടക്കം കഴിഞ്ഞ് വീട്ടിൽ വന്ന് പ്രാർത്ഥിച്ചു. അടുത്ത ദിവസം ഞങ്ങൾ താമസിക്കുന്ന സ്ഥലങ്ങളിലേക്ക് പോയി. ഞാൻ വയനാട്ടിൽ ഒരു മീറ്റിങ്ങിന് പോയി കഴിഞ്ഞപ്പോ, അപ്പൊ ഞാൻ കോയമ്പത്തൂർ മേട്ടുപ്പാളയം എന്ന് പറഞ്ഞ സ്ഥലത്താണ് താമസിക്കുന്നതെന്ന്. വയനാട്ടിൽ ഒരു മീറ്റിങ്ങിന് പോയപ്പോൾ എൻ്റെ ഭാര്യ എന്നോട് പറഞ്ഞു, ഞാനിന്ന് ബ്ലഡ് ഛർദ്ദിച്ചു. ആ പറഞ്ഞു, മോനെ ഞാനിന്ന് മീറ്റിംഗ് കട്ട് ചെയ്തിട്ട് ഞാൻ വരാം. അന്നേരം പറഞ്ഞു, വേണ്ട, കറുപ്പ് കളറിലൊക്കെയാണ് ബ്ലഡ് ഛർദ്ദിച്ചത്. ഞാനിങ്ങനെ പറഞ്ഞു, എൻ്റെ വൈഫിന്റെ പോലെ ഒരു സംഭവം ഉണ്ടായി, അതുകൊണ്ട് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാനിത് രാത്രി സെക്ഷനിൽ, 2ാമത്തെ ദിവസം രാത്രി സെക്ഷനിൽ ഞാൻ നിൽക്കുന്നില്ല, ഞാനത് ഉച്ചയ്ക്ക് പോവുകയാണ്. ഞാൻ തിരിച്ചു വരുന്നതായ സമയത്ത് എൻ്റെ സ്നേഹിതനായ ഒരു ദൈവദാസന്റെ അമ്മ മരിച്ചു. അവിടെയും കയറി ഞാനൊരു ചില നിമിഷം ശുശ്രൂഷിച്ചിട്ടാണ് ഞാൻ തിരിച്ച് എൻ്റെ ഭാര്യയുടെ അടുക്കൽ മേട്ടുപ്പാളത്ത് ചെല്ലുന്നത്. മേട്ടുപ്പാളത്ത് ചെല്ലുന്നതായ സമയത്ത് ഞാൻ അവിടെ നിന്ന് അവളെ കൊണ്ട് നേരെ ചിറ്റൂർ ഹോസ്പിറ്റലിൽ വന്നു. ചിറ്റൂർ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് ടെസ്റ്റ് ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തു. ആ ആഴ്ചയിൽ തന്നെ ഞാൻ മേട്ടുപ്പാളയത്തിൽ നിന്ന് ഇപ്പോൾ താമസിക്കുന്നതായ കോഴിപ്പാറയിലേക്ക് ഞാൻ താമസം മാറ്റി. ഞാൻ താമസം മാറ്റി കഴിഞ്ഞിട്ട് എൻ്റെ ഭാര്യനെ പിന്നെയും ആ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. ഡോക്ടർമാർക്ക് എന്താണെന്ന് അറിയത്തില്ല, 7 ദിവസത്തോളം അവിടെ കിടന്നു. 7ാമത്തെ ദിവസം ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ വിട്ടു. 2 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ വേറൊരു മീറ്റിങ്ങിന് പോയി. ആ മീറ്റിംഗ് സ്ഥലത്തിരിക്കുമ്പോൾ എൻ്റെ വൈഫിന്റെ അമ്മ പറഞ്ഞു, പുള്ളിക്കാരൻ മോൾക്ക് ഫിക്സ് വന്നു എന്ന് പറഞ്ഞു. ഫിക്സ് വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, പെട്ടെന്ന് അമ്മ ആശുപത്രി തന്നെ കൊണ്ട് ഞാൻ പെട്ടെന്ന് വരാമെന്ന് പറഞ്ഞു. ഞാൻ ഏകദേശം വണ്ടി ഓടിച്ച് 3 മണിക്കൂർ കൊണ്ട് ഞാൻ ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ കണ്ടു. എന്നോട് പറഞ്ഞു, ICUവിലേക്ക് മാറ്റണം. അതുകൊണ്ട് ICUവിലേക്ക് മാറ്റി. ICUവിലേക്ക് മാറ്റിയവരുടെ 2 മക്കള്, കൊച്ചുമക്കള്, ഞാൻ വളരെ വേദനയോടെ, മോള് 8ാം ക്ലാസ്സിലും മോള് 7ാം ക്ലാസ്സിലും മോൻ 4ാം ക്ലാസ്സിലും പഠിക്കാൻ നേരം. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, ഒരു അത്ഭുത സൗഖ്യം ദൈവം തന്നേ പറ്റൂ എന്ന് പറഞ്ഞ് ദൈവസന്നിധി പ്രാർത്ഥിച്ചു. ആ ദിവസം അവൾ ICU കടന്നു. പ്രഭാതത്തിൽ ഒരു 7 മണിയായപ്പോൾ ഡോക്ടർ എന്നെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, വിഷമിക്കരുത്, നിങ്ങളുടെ ഭാര്യയുടെ 2 കിഡ്നിയും 100% ഫെയിലിയറാണ്. നിങ്ങളുടെ ഭാര്യയുടെ 2 കിഡ്നിയും 100% ഫെയിലിയറാണ്. അതുകൊണ്ട് 3 മണിക്കൂറിനുള്ളിൽ ഡയാലിസിസ് ചെയ്യണം. അതുകൊണ്ട് പാലക്കാട് തങ്കം ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുകൊള്ളാൻ പറഞ്ഞു. തങ്കം ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുകൊള്ളാൻ പറഞ്ഞതായ സമയത്ത് ഞാൻ പറഞ്ഞു, എനിക്ക് തങ്കം ഹോസ്പിറ്റൽ വേണ്ട, ഞാൻ തൃശ്ശൂർ ജൂബിലി മിഷൻ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുകൊള്ളാന്ന് പറഞ്ഞു. ഞാൻ തൃശ്ശൂർ ജൂബിലി മിഷന്റെ സഭയിൽ ഒരു സഹോദരനുണ്ട്. ആ സഹോദരൻ ആംബുലൻസ് ഉള്ളതാണ്. പിന്നെ പറഞ്ഞു, ഗിരീഷേ പെട്ടെന്ന് വരണം, ചേച്ചിക്ക് ഇന്ന പോലെ ഒരു കേസ് ഉണ്ടാ എന്ന് പറഞ്ഞു. അവൻ പെട്ടെന്ന് ആംബുലൻസുമായിട്ട് വന്നു. ഞാൻ 1.5 മണിക്കൂർ കൊണ്ട് ഏതാണ്ട് 95 കിലോമീറ്റർ ആംബുലൻസിൽ 1.5 മണിക്കൂർ കൊണ്ട് ജൂബിലി മിഷൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ചെന്നു. ടെസ്റ്റ് കഴിഞ്ഞു. ഡയാലിസിസിന് കയറ്റി. എൻ്റെ ഭാര്യ അബോധാവസ്ഥയിലാണ്. പോകുന്ന വഴിക്ക് ഒരു പ്രാവശ്യം മാത്രം സുബോധത്തോട് ചോദിച്ചു, ഹോസ്പിറ്റലിൽ എത്തിയോ എന്നൊരു കാര്യം ചോദിച്ചു. പിന്നെ അവൾ സംസാരിച്ചില്ല. അവിടെ എത്തി. പെട്ടെന്ന് കഴുത്തിന് കത്തീറ്റിലിട്ടു, എക്സ്റേ എടുത്തു, ഡയാലിസിസിന് കയറ്റി. പിറ്റേ ദിവസം രാവിലെ അവൾ ICUവിലായിരുന്നു. പിറ്റേ ദിവസം രാവിലെ ICUവിൽ കയറ്റി കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞു, എനിക്കിപ്പോൾ വായിക്ക് അസ്വസ്ഥതയൊന്നുമില്ല, എനിക്ക് വിശക്കുന്നുണ്ട്, എനിക്ക് ആഹാരവും വെള്ളവും തരണം എന്ന് പറഞ്ഞു. തൊണ്ട വരളുന്നു എന്ന് പറഞ്ഞു. അന്നേരം ഞാൻ എന്ത് ചെയ്തു,
അവൾക്ക് ഒരു കുറച്ച് വെള്ളം കൊടുത്തു. കിഡ്നി പേഷ്യന്റ് അല്ലേ, വെള്ളം അധികം കൊടുക്കാൻ പറ്റത്തുള്ളൂ. കുറച്ച് വെള്ളം കൊടുത്തു, ആഹാരം കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, എനിക്ക് എന്താ പറ്റി? ഞാൻ പറഞ്ഞു, മോനെ ഒന്നും പറ്റിയില്ല എന്ന് പറഞ്ഞു. അതിനുശേഷം ഇവളിങ്ങനെ തപ്പി നോക്കി, കഴുത്തേൽ എന്താ ഇട്ടിരിക്കുന്നത്? ഞാൻ പറഞ്ഞു, ബാൻഡേജ് ഒട്ടിച്ചിരിക്കും. ഇതെന്താ സംഭവം എന്ന് ചോദിച്ചു. അവൾക്കറിയുന്നില്ല. ഞാൻ അന്നേരം ഒന്നും വെളിപ്പെടുത്തിയില്ല. അടുത്ത ദിവസം വാർഡിലേക്ക് കൊണ്ടുവന്നപ്പോൾ പുള്ളിക്കാരത്ത് എഴുന്നിട്ട് നടക്കുന്നൊക്കെ ഉണ്ട്. ആരോഗ്യവതിയായി കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, നമ്മൾ എന്തിനാ ഇവിടെ കിടക്കുന്നേ, നമ്മൾക്കിനി പോകാം. അന്നേരം ഞാൻ പറഞ്ഞു, മോനെ എനിക്ക് കിഡ്നിക്ക് ഒരു ചെറിയ പ്രോബ്ലം ഉണ്ട്, അതുകൊണ്ട് ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞു. ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ പറഞ്ഞു, അയ്യോ അത് ജീവിതകാലം മുഴുവൻ ചെയ്യണ്ടേ? ഞാൻ പറഞ്ഞു, ജീവിതകാലം മുഴുവനൊന്നും ചെയ്യണ്ട, കുറച്ചു ദിവസം ചെയ്താൽ മതി, അതിപ്പോൾ ശരിയാകുന്ന പറഞ്ഞേ. ഏതോ ഗുളികയുടേതായ സൈഡ് എഫക്റ്റ് നിമിത്തം ഉണ്ടായതാണെന്നാ പറഞ്ഞത് എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഏകദേശം 1.5 മാസം ആ ഹോസ്പിറ്റലിൽ കിടന്നു. 1.5 മാസം കഴിഞ്ഞു. ഡോക്ടറിനോട് പറഞ്ഞു, നമ്മളെല്ലാ ടെസ്റ്റും ചെയ്തു, എന്തുകൊണ്ട് ഇത് വന്നിരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞൊരു മറുപടി, ഇതിപ്പോൾ തുടങ്ങിയതല്ല, സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന 15-16 വയസ്സ് കാലഘട്ടത്തിൽ സംഭവിച്ച കാര്യമാണ്. വെള്ളം കുടിക്കാത്തതുകൊണ്ടൊക്കെ ആയിരിക്കാം ആ കാലഘട്ടത്തിൽ 15, 16, 17 വയസ്സ് പ്രായമുള്ളപ്പോൾ ഈ കിഡ്നി പോയതാണ്. ഞാൻ അവളെ വിവാഹം കഴിക്കുമ്പോൾ 19 വയസ്സ് അവൾക്ക്, എനിക്ക് 22 വയസ്സാണ്. അങ്ങനെ ഇരിക്കുന്നതായ സമയത്ത് ഞാൻ ചോദിച്ചു, മോനെ നിനക്ക് ചെറുപ്രായത്തിൽ മുട്ടിന് വേദനയോ നീരോ വന്നിട്ടുണ്ടോ? മുട്ടിന് നീര് വന്നിട്ടുണ്ടോ? അന്നേരം പറഞ്ഞു വന്നു. അപ്പൊ ഡോക്ടറിനോട് ചോദിക്കാൻ പറഞ്ഞോട് ചോദിച്ചതാ. അന്നേരം പറഞ്ഞു നീര് വന്നിട്ടുണ്ട്. എത്ര വയസ്സില്? 16 വയസ്സുണ്ടാകും. 2 പ്രാവശ്യം എനിക്ക് നീര് വന്നു. അപ്പൊ നമ്മുടെ അടുത്തൊരു ക്ലിനിക്ക് ഉണ്ടായിരുന്നോണ്ട് ഒരു ഇഞ്ചക്ഷൻ എടുപ്പോഴത്തേക്കും ആ വേദന നീരും പോയി എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ തുടങ്ങിയതായിരുന്നു കിഡ്നി ഫെയിലിയർ. മൂത്ത മകൾ ജനിച്ചു. 2ാമത്തെ മകൻ ജനിച്ചതായ സമയത്ത് ഇതേപോലെ BP ഹൈ ആയി. ആ സമയത്തൊന്നും ഈ രോഗം അവർ കണ്ടുപിടിച്ചിട്ടുമില്ല. മരണത്തോട് മല്ലടിച്ച സമയമുണ്ട് എൻ്റെ മോന്റെ ഡെലിവറിയോടുള്ള ബന്ധത്തിൽ. അങ്ങനെ ഇരിക്കുന്നതായ സമയത്ത് അവളെ അവിടെ നിന്ന് ആ ഹോസ്പിറ്റലിൽ ഇരുന്ന് ഞാന് വീട്ടിൽ വരാൻ വേണ്ടി 4 മാസം ആ ഹോസ്പിറ്റലിൽ വിട്ട് ഞങ്ങൾക്ക് വെളിയിലേ ഇറങ്ങാൻ പറ്റുന്നില്ല. ലക്ഷങ്ങൾ ആശുപത്രി ചെലവായിക്കൊണ്ടു. ഞാൻ ഹോസ്പിറ്റലിനകത്ത് 21 ദിവസം ഉപവാസം ഇരുന്നു. 7ാം ദിവസം ഞങ്ങൾ അവിടെ നിന്ന് ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങുകയാണ്. ആഴ്ചയിൽ 3 പ്രാവശ്യം ഡയാലിസിസ് ചെയ്യണം. എനിക്ക് ഒരാഴ്ചയിലെ ട്രീറ്റ്മെന്റിന് 10,000 രൂപ വേണം. മെഡിസിൻ വേറെയാണ്. ഒരു മാസത്തേക്ക് 50,000 രൂപ വേണം. ഞാന് ഒരു കോടീശ്വരന്റെ മകനല്ല, ലക്ഷാധിപതിയുടെ മകനല്ല, ഒരു സാധാരണ കൃഷിപ്പണിക്കാരന്റെ മകനാണ്. ഓടിയാൽ എവിടം വരെ ഓടാൻ കഴിയും. അങ്ങനെ വളരെ വേദനജനകമായിരിക്കുന്ന അനുഭവം. പെങ്ങളെ ചികിത്സിച്ചു, അപ്പനെ ചികിത്സിച്ചു, അമ്മയെ ചികിത്സിച്ചു. 1 രൂപ കയ്യിലെടുക്കാൻ ഇല്ലാതെ സാമ്പത്തികമായി തകർന്നിരിക്കുന്ന സമയം 4 മാസം കൊണ്ട് 6.5 ലക്ഷം രൂപ തൃശ്ശൂർ ജൂബിലി മിഷൻ ഹോസ്പിറ്റലിൽ ചെലവഴിക്കേണ്ട സമയമുണ്ടായി. എന്ത് ചെയ്യണമെന്നറിയത്തില്ല. ആശുപത്രി കൊണ്ടുവന്നു. ജൂബിലി മിഷൻ വരെയും ഡയാലിസിസിന് ആഴ്ചയിൽ 3 പ്രാവശ്യം കൊണ്ടുപോകാൻ കഴിയാത്ത കാര്യം. ഞാൻ വാടക വീട്ടിൽ താമസിക്കുന്നു. സ്വന്തം വീട് എനിക്കില്ല. കുടുംബസ്വത്ത് കുറച്ച് കിടപ്പുണ്ട്. അതിൽ നിന്ന് അപ്പന്റെ പേരിലാണ് കിടക്കുന്നത്. മക്കളെല്ലാം വീതിച്ചെടുത്തൊരു ചെറിയ വീതം എനിക്ക് കിടപ്പുണ്ട്. അപ്പന്റെ പേരിലാണ് കിടക്കണേ. ഇന്നും അത് തിരുത്താനോ മാറ്റാനോ ഒന്നും സാധിച്ചിട്ടില്ല. വാടക വീട്ടിൽ കിടക്കുന്ന ഞാൻ എവിടം വരെ ഓടാൻ കഴിയും? എന്ത് ചെയ്യാൻ കഴിയും? ഞാൻ ഒരു കാര്യം പറയാ, ഓരോ ദിവസവും ദൈവസന്നിധിയിൽ മുഴങ്കാൽ മടക്കും, കണ്ണുനീരൊഴുക്കും. എന്റെ ദൈവം എനിക്ക് രാജ്യങ്ങളുടെ വാതിലുകളെ തുറന്നു തന്നു. അനേക രാജ്യങ്ങളിൽ നിന്ന് അനേക ദൈവമക്കൾ എന്നെ കൈയഴിഞ്ഞ് സഹായിച്ചു. ചികിത്സയൊക്കെ നല്ല നിലയിൽ നടക്കുന്നു. എന്നോട് പറഞ്ഞു ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യണം. എന്റെ ബ്ലഡ് ഗ്രൂപ്പും പുള്ളിക്കാരത്തിയുടെ ബ്ലഡ് ഗ്രൂപ്പും 2 എന്റെ B പോസിറ്റീവ് ആണ്, പുള്ളിക്കാരത്തിയുടെ O പോസിറ്റീവ് ആണ്.
അപ്പോൾ ഓ പോസിറ്റീവിൽ ഒരു കിഡ്നി കിട്ടുന്നില്ല. ഇനി ടെസ്റ്റ് ചെയ്തപ്പോൾ ക്രോസ് മാച്ചിങ്ങിൽ ഇവൾക്ക് ഇൻഫെക്ഷൻ ആണ്, ചെയ്താലും വിജയകരമായി ഞാൻ ജീവനോടെ ഇരുന്ന് യഹോവയുടെ പ്രവർത്തികൾ വർണ്ണിക്കും. അവൾ ഒരു തീക്കട്ടയാണ്, ആത്മാവില പ്രാർത്ഥിക്കുന്നു. വെളുപ്പിന് 4:30 മണിക്ക് എഴുന്നേൽക്കും, പ്രാർത്ഥനയ്ക്ക് മുഴങ്കാൽ മടക്കും, ഒരു പാട്ട് ഇടിമുഴക്കം പോലെ പാടും. ഇടിമുഴക്കം പോലെ പാടുന്നതായിരിക്കുന്ന സമയം ആ പാട്ട് കേട്ടാണ് ഞങ്ങളൊക്കെ രാവിലെ എഴുന്നേൽക്കുന്നത്. അങ്ങനെ ആത്മീകമായി കത്തി ജ്വലിച്ചുകൊണ്ടിരിക്കുന്നതായ കാലം തീച്ചൂളയുടെ നടുവിലൂടെ പോകും. ഓരോ പ്രാവശ്യവും മീറ്റിങ്ങിന് ഞാൻ പോകും. ഡയാലിസിസ് ഇല്ലാത്ത ദിവസങ്ങളിൽ മീറ്റിങ്ങിന് പോകും. ആ കിട്ടുന്നതായ പൈസ കൊണ്ട് അടുത്ത ദിവസം ഡയാലിസിസ് ചെയ്യും, അടുത്ത ദിവസം മീറ്റിങ്ങിന് പോകും. ചില ദിവസങ്ങളിൽ എനിക്ക് മീറ്റിങ്ങിന് കൊണ്ടുപോകാൻ പറ്റത്തില്ല. പുള്ളിക്കാരത്ത് തന്നെ ഒരു ഓട്ടോ വിളിച്ച് ഹോസ്പിറ്റലിൽ പോകും, ഡയാലിസിസ് ചെയ്തിട്ട് തനിയെ തിരിച്ചു വരും. ഞാൻ നഴ്സുമാരോട് പറയും, പുള്ളിക്കാരത്തിൽ ഒന്ന് നോക്കിക്കോണേ എന്ന് പറയും. അങ്ങനെ നോക്കിക്കൊണ്ട് നഴ്സുമാർ ശ്രദ്ധിക്കും. എൻ്റെ മോള് പല പ്രാവശ്യം സ്കൂൾ കട്ട് ചെയ്ത് പോകും, എൻ്റെ സഹോദരി പോകും. അങ്ങനെയാണ് പോയിക്കൊണ്ടിരുന്നത്. ഇനി ആർക്കും സൗകര്യം ഇല്ലാതിരിക്കുന്ന സമയം പുള്ളിക്കാരത്തി തനിയെ ഡയാലിസിസിന് പോയി തനിയെ ചെയ്യും. എന്നാലും 2 കിഡ്നി ഇല്ലെങ്കിലും ആഴ്ചയിൽ 3 പ്രാവശ്യം ഡയാലിസിസ് ചെയ്യുന്നു എങ്കിലും പുള്ളിക്കാരത്തി രാവിലെ എഴുന്നേറ്റ് വീട്ടിലെ ജോലിയെല്ലാം ചെയ്ത് മക്കളെ സ്കൂളിൽ വിട്ടിട്ടാ ഡയാലിസിസിന് പോകുന്നത്. അങ്ങനെ ദൈവം ശരീരത്തെ ബലപ്പെടുത്തി. ഇങ്ങനെ 3 വർഷം ഇങ്ങനെ മുമ്പോട്ട് പോയി. എന്റെ ഭാര്യയുടെ ഡയാലിസിസിന്റെ 3-ാം വർഷമായി കഴിഞ്ഞപ്പോൾ ഒരു പ്രഭാതത്തിൽ എന്റെ പിതാവ് മരിച്ചു. പിതാവ് മരിക്കുന്ന എന്നിട്ട് ഭാര്യയുടെ ഡയാലിസിസ് ഉണ്ട്. ഞാൻ ഹോസ്പിറ്റലിലേക്ക് വിളിച്ചു പറഞ്ഞു, ഇന്ന് രാവിലെ എന്റെ പിതാവ് മരിച്ചു, അതുകൊണ്ട് പെട്ടെന്ന് വൈഫിനൊന്ന് ഡയാലിസിസ് ചെയ്ത് തരണം. ഞാനോട് ഈ സെക്ഷന് ഞാൻ വരിക. ഡയാലിസിസ് ചെയ്തു. ആ ഡയാലിസിസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ എൻ്റെ വീട്ടിൽ എൻ്റെ പിതാവിന്റെ വേർപാടിനുള്ള ബന്ധത്തിൽ എൻ്റെ ഭാര്യയും മക്കളെയും കൂട്ടി നേരെ വീട്ടിൽ ചെന്നു. അടുത്ത ദിവസം പിതാവിന്റെ ശവസംസ്കാര ശുശ്രൂഷ കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ വന്നു. അടുത്ത ദിവസവും ഡയാലിസിസിന് പോയി. ചുരുക്കി ഞാനൊക്കെ പറയാം, അമ്മ മരിച്ചു കഴിഞ്ഞിട്ട് 3 വർഷം കഴിഞ്ഞപ്പോ അപ്പൻ മരിച്ചു. അപ്പൻ മരിച്ച് 2 വർഷം കഴിഞ്ഞപ്പോൾ എൻ്റെ ഭാര്യയും മരിച്ചു. ഭാര്യ മരിക്കുമ്പോൾ അവൾക്ക് 37 വയസ്സ്. അപ്പോൾ ജീവിതം, 2 മക്കളെയും കൊണ്ട് ഞാൻ ഒറ്റപ്പെട്ടതായിരിക്കുന്ന സമയം. ആരും ആശ്രയമില്ല, എവിടെ പോകണമെന്നറിയത്തില്ല. ഭാര്യയുടെ ശവമടക്കി കഴിഞ്ഞ് 4-ാമത്തെ ദിവസം ഭാര്യ വീട്ടുകാരും ഇറങ്ങിപ്പോയി. അവർ പിന്നെ ഞങ്ങളെ ആരും തിരിഞ്ഞു നോക്കിയിട്ടില്ല, ഞങ്ങളെ കോണ്ടാക്ട് ചെയ്തിട്ടില്ല. ആ നീറുന്ന വേദനയുമായിട്ട് മുൻപോട്ട് പോയി. ഞാൻ വളരെ പ്രതിസന്ധിയാണ്. കുറെ കാലം ചേട്ടനും പെങ്ങന്മാരും ഒക്കെ വീട്ടിൽ വന്ന് നിൽക്കും. സ്നേഹിതന്മാരായ ദൈവദാസന്മാര്. ഇപ്പോൾ എനിക്ക് മറക്കാൻ കഴിയാത്ത ഒരു ദൈവദാസനാണ് പാസ്റ്റർ അജി ആന്റണി. പാസ്റ്റർ അജി ആന്റണി എൻ്റെ വീട്ടിൽ വരും, കുടുംബമായിട്ട് വരും. അദ്ദേഹത്തിന് ശുശ്രൂഷയില്ലാത്ത ദിവസങ്ങളൊക്കെ ഞങ്ങളുടെ കൂട്ടത്തിൽ താമസിക്കും. എൻ്റെ കൂടെ പറഞ്ഞൊരു സഹോദരൻ പോലെ എന്നെ സഹായിച്ച് ഒത്തിരി ക്രമീകരണങ്ങൾ എനിക്ക് ചെയ്തു തന്ന വ്യക്തിയാണ് പാസ്റ്റർ അജി ആന്റണി. അതുപോലെ പാസ്റ്റർ ഷാജി ഇടിക്കള, അതുപോലെ ദുബൈയിലുള്ളതായ പാസ്റ്റർ സാബി ജോൺ, ഇതുപോലെ കുറെ ദൈവദാസന്മാര് എന്നെ സഹായിച്ചു. എൻ്റെ ഭാര്യയുടേതായ ട്രീറ്റ്മെന്റിന് വേണ്ടിയും അങ്ങനെ വലിയ സഹായങ്ങൾ എനിക്ക് ചെയ്ത് എന്നെ നിലനിർത്തി. കർത്താവിന്റെ കൃപയാല് ഞാൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. 1 വർഷം കഴിഞ്ഞു. ഇതിന്റെ ഇടയില് എൻ്റെ ഭാര്യയുടേതായ മരണം എൻ്റെ 2-ാമത്തെ മോനെ വല്ലാത്ത നിലയിലേക്കാക്കി. ഒരു ദിവസം സ്കൂളിൽ പോയി കഴിഞ്ഞപ്പോഴത്തേക്കും പരീക്ഷാ സമയം. ഒരു ദിവസം പരീക്ഷ എഴുതി, 2-ാമത്തെ ദിവസം പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ അവൻ പഠിച്ചതെല്ലാം അവന്റെ മൈൻഡിൽ നിന്ന് പോയി. അവൻ പേപ്പർ എടുത്തു വലിച്ചു കീറി.
പേനയെടുത്ത് ടേബിളിൽ ആഞ്ഞു കുത്തി. ക്ലാസ്സിൽ നിന്ന് ഇറങ്ങി ഓടി. ടീച്ചർമാർ അവനെ പിടിച്ചു വെച്ചു. എന്നെ വിളിച്ചു. ഞാൻ വണ്ടിയെടുത്ത് ചെന്നു. അവനെ വണ്ടിയിൽ കയറ്റി കൊണ്ടുവന്നു. അടുത്തതായ ദിവസം അവനെ ഒരു മെന്റൽ ഹോസ്പിറ്റലിൽ ഞാൻ കൊണ്ടുപോയി. എന്നോട് പറഞ്ഞു, അവന് ട്രീറ്റ്മെന്റ് ചെയ്യണം. എന്റെ മോന് 2.5 മാസത്തിലധികം മെന്റൽ ഹോസ്പിറ്റലിലെ ട്രീറ്റ്മെന്റ് ചെയ്യേണ്ടതായ അവന്റെ സമനില തെറ്റി. അവനെ മെന്റൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ട്രീറ്റ്മെന്റ് ചെയ്യുന്നതായ സമയം ഞാൻ ദൈവത്തോട് ചോദിച്ചു, കർത്താവേ, ഇനി എന്ത് സഹിക്കണം? അമ്മ മരിച്ചു, അപ്പൻ മരിച്ചു, ഭാര്യ മരിച്ചു, എന്റെ മോന് മെന്റൽ വരെയായി. ഈ സാഹചര്യത്തിൽ ഒരു ദിവസം എന്നെ മെഡിസിൻ തീർന്നപ്പോ മെഡിസിൻ മേടിച്ച് ഞാൻ വന്നപ്പോൾ ഞാൻ ചോദിച്ചു, മോനെ ഇതാ മെഡിസിൻ. എന്നാലും പറഞ്ഞു, ഇത് തീർന്നിട്ട് 3-4 ദിവസമായില്ലേ, ഞാൻ മേടിക്കണ്ടെന്ന് പറഞ്ഞാണല്ലോ, പപ്പയും തന്നെ മേടിച്ചേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, മോനെ മരുന്ന് നിർത്താൻ പാടില്ല. അവൻ ആ മരുന്നും ഫയലും എല്ലാം കൂടി വലിച്ചു കീറി ചുരുട്ടി കൂട്ടി ഞങ്ങളുടെ ഫ്രണ്ടിൽ ഒരു കനാലുണ്ട്. ആ കനാലിൽ കൊണ്ട് ഇട്ടിട്ട് എന്നോട് പറഞ്ഞു, പപ്പേ, ഇവിടെ എത്ര എണ്ണത്തിനെ കൈകാലികളെ കെട്ടിക്കൊണ്ടുവന്ന് ഇതിനകത്തിട്ട് പ്രാർത്ഥിച്ച് അവർ വിടുതൽ പ്രാപിച്ച് വീട്ടിലേക്ക് പോകുമ്പോൾ എന്തെങ്കിലും പപ്പ അവരോട് പറഞ്ഞിട്ടുണ്ടോ ഈ മെഡിസിൻ കഴിക്കണമെന്ന്? പല ആളുകളും സുബോധം നഷ്ടപ്പെട്ട് ഇതിനകത്ത് വരുമ്പോൾ അവർ സൗഖ്യം പ്രാപിച്ചു പോകുമ്പോൾ ഇനി ഡോക്ടറെ അടുത്ത് പോകണമെന്ന് പപ്പ അവരോട് പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. സ്വന്തം മകൻ ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായപ്പോ പതറിയോ? ഇല്ല പപ്പ. നമ്മളെ കർത്താവാണ് ഈ നാട്ടിൽ നിർത്തിയിരിക്കുന്നത്. നമ്മളെ ദൈവം ഇവിടെ നട്ടിരിക്കുകയാണ്. നമ്മൾ ഇവിടെ വളരും. ഈ രാത്രി പപ്പ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞാൻ മെഡിസിൻ ഇല്ലാതെ ഈ രാത്രി കിടന്നുറങ്ങും. ദൈവം എനിക്ക് സൗഖ്യം തരും എന്ന് പറഞ്ഞ് അവൻ എന്റെ മുമ്പിൽ മുട്ടുകുത്തി. ഞാനും എന്റെ മോനും ചേർന്ന് ഞങ്ങൾ 3 പേരും ചേർന്ന് ഒരുമിച്ച് ആ രാത്രി പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനയിൽ ദൈവം അത്ഭുത സൗഖ്യം എന്റെ മകന് നൽകി. പിന്നീട് അവന് മെഡിസിൻ എടുക്കേണ്ടതായ ഒരു സാഹചര്യം അവൻ ഉണ്ടായില്ല. ദൈവം അത്ഭുതകരമായ സൗഖ്യം നൽകി. ഇന്നവൻ PSC MLT കളിയക്കവളെ അടുത്തുള്ള ഗ്രേസ് കോളേജില്, തമിഴ്നാട് ഗ്രേസ് കോളേജില് അവൻ ഫസ്റ്റ് ഇയർ പഠിച്ചുകൊണ്ടിരിക്കുക. സ്തോത്രം. ദൈവത്തിന്റെ കരമാ രാത്രി അവനെ ഇറങ്ങി തൊട്ടു. ദൈവം അത്ഭുതകരമായിരിക്കുന്ന വിടുതല് ദൈവം അവന് നൽകി. ഇതും കഴിഞ്ഞ് എന്റെ കുടുംബത്തിൽ എല്ലാവരും എന്ന് പറഞ്ഞു, മോനെ, നീ ഇങ്ങനെ എത്ര കാലമാണ് നിൽക്കുന്നത്? അതുകൊണ്ട് നീ ഒരു വിവാഹം കഴിക്കണം എന്ന് പറഞ്ഞു. വിവാഹം കഴിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ എന്ത് ചെയ്തു? ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ചു. മക്കളുടെ കാര്യം ഓർമ്മ വന്നു, സഭയുടെ കാര്യം ഓർമ്മ വന്നു, മുൻപോട്ടുള്ളതായിരിക്കുന്ന അനുഭവങ്ങൾ ഓർമ്മ വന്നു. ഇതെല്ലാം കൂടെ ഓർത്തു കഴിഞ്ഞപ്പോൾ ഒത്തിരി പ്രയാസം തോന്നി. ആദ്യം വേണ്ട എന്ന് വെച്ചു. അതിനുശേഷമായിട്ട് ഞാൻ തീരുമാനിച്ചു, ശരി, വിവാഹം കഴിക്കാം. പലരും ഒത്തിരി ആലോചന കൊണ്ടുവന്നു. അങ്ങനെ ഇരിക്കുന്നതായ സമയത്ത് അനുഗ്രഹിക്കപ്പെട്ട ഒരു സഹോദരി വേറെ ദൈവദാസൻ മുഖാന്തരമായിട്ട് പരിചയപ്പെടുത്തി. അങ്ങനെ പരിചയപ്പെടുത്തതായിരിക്കുന്ന സമയം ഞാൻ പോയി കാണാം. അപ്പൊ കോവിഡ് ആരംഭിച്ചു. കോവിഡ് ആരംഭിച്ചതായ സമയത്ത് എവിടെയും പോകാൻ പറ്റാത്ത സാഹചര്യമായിരുന്നല്ലോ. അങ്ങനെ ദൈവത്തിന്റെ കൃപയാല് ഇന്നേക്ക് 4.5 വർഷം മുമ്പ് ഞാൻ രണ്ടാമത് വിവാഹം കഴിച്ചു. അനുഗ്രഹിക്കപ്പെട്ടൊരു സഹോദരിയെ കർത്താവ് എനിക്ക് തന്നു. അപ്പോൾ ഒരു കുഞ്ഞുണ്ടായിരുന്നു. അങ്ങനെ കർത്താവിന്റെ കൃപയാൽ എനിക്കിപ്പോ 3 മക്കളുണ്ട്. ആ മോന് ഇപ്പോ 10 വയസ്സായി. എൻ്റെ ഇളയ മോനെ ഞാൻ കൊണ്ടുപോകും. ഞാൻ മീറ്റിങ്ങുകളിൽ പോകുന്നിടത്തൊക്കെ അവൻ അവധിയുള്ള സ്ഥലങ്ങളിലൊക്കെ ഞാൻ കൊണ്ടുപോകും. കാരണം അവനെ കുറിച്ച് വലിയൊരു കാഴ്ചപ്പാട് ദൈവം എനിക്ക് തന്നിട്ടുണ്ട്. ഒരു വലിയ ദർശനം എനിക്ക് ദൈവം തന്നിട്ടുണ്ട്. അവനെ കർത്താവിന്റെ വേലയിൽ എനിക്ക് അവനെ പ്രയോജനപ്പെടുത്തിയെടുക്കണം. അതുകൊണ്ട് ഞാൻ അവനെ ചെറുപ്രായം മുതൽ ഇപ്പോഴേ അവനെ ഞാൻ ട്രെയിനിങ് കൊടുത്തും എൻ്റെ മീറ്റിങ്ങുകളിലൊക്കെ ഞാൻ കൊണ്ടുപോകും.
പൈശാചിക ശക്തിയൊക്കെ ഇളകുമ്പോൾ ഞാൻ അവനെ അടുത്ത് ഇരുത്തും. അവനതൊന്നും പേടിയില്ല. അവനതെല്ലാം കണ്ട് വളരെ സന്തോഷത്തില് ഇരിക്കുന്നു, പ്രാർത്ഥിക്കും. ഞാൻ പറഞ്ഞു, കർത്താപ്പച്ച നമ്മളോട് കൂടെയുണ്ട്, മോനും പപ്പ ചെയ്യുന്ന പോലെയുള്ള ശുശ്രൂഷ ചെയ്യണം. ആ കുഞ്ഞ് എന്റെ കഴുത്തിൽ കെട്ടിപ്പിടിച്ചാണ് കിടന്നുറങ്ങണത്. അവന് ജന്മം നൽകിയ അപ്പൻ മരിച്ചുപോയി എന്നുള്ളത് അവൻ അറിയത്തില്ല, അവനെ അറിയിച്ചിട്ടില്ല. അതറിയിക്കാതെയാണ് അവനെ വളർത്തുന്നത്. അവൻ ഏകദേശം 3.5 വയസ്സുള്ളപ്പോഴാണ് അവിടെ ജന്മം നൽകിയ പിതാവ് മരിക്കുന്നത്. എന്നാൽ അവനതൊന്നും ഓർമ്മയില്ല. ആ ഓർക്കാനുള്ള അവസരം നമ്മൾ കൊടുക്കുന്നില്ല. ആ നിലയിൽ അവനെ സ്നേഹിച്ച് ശുശ്രൂഷിച്ച് അവന് ചെയ്യേണ്ടതായ കാര്യങ്ങളെല്ലാം ചെയ്ത് അവനെ എൻ്റെ ഒരു തങ്കക്കുടം പോലെ ഞാൻ അവനെ കൊണ്ടു നടക്കുക. സ്തോത്രം. ഇങ്ങനെ ഇരിക്കുന്നതായ സമയം വളരെ സന്തോഷത്തോടെ എൻ്റെ ജീവിതം എന്നെ പോകുന്നു. ശുശ്രൂഷ അനുഗ്രഹിക്കപ്പെട്ടതായ നിലയിൽ പോയിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ഇടയ്ക്ക് ബാത്റൂമിൽ പോകുമ്പോൾ ബ്ലഡ് പോകുന്നുണ്ട്. ബ്ലഡ് പോകുന്നതിന്റെ കാര്യം എന്നാ എന്ന് ഞാൻ ഓർത്ത് പൈൽസാണ് എന്ന് വിചാരിച്ചുകൊണ്ട് ഇങ്ങനെ ഇരുന്നു. പിന്നെ അതിന്റെ കളർ മാറാൻ തുടങ്ങി, മോഷന്റെ കളർ മാറാൻ തുടങ്ങി. അപ്പോഴെനിക്ക് മനസ്സിലായി ഇതൊരു സാധാരണ കേസല്ല എന്ന്. ഞാൻ വൈഫിനോട് പറഞ്ഞു, എനിക്ക് ഇങ്ങനെ ബ്ലഡ് പോകുന്നുണ്ട്, എന്നാന്നറിയത്തില്ല. എന്നിട്ട് പുള്ളിക്കാരത്തി പറഞ്ഞു, ഒരു ടെസ്റ്റ് നമുക്കൊന്ന് ചെയ്യാം എന്ന് പറഞ്ഞു. അപ്പോ ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. പുള്ളിക്കാരത്തിയുടെ ബന്ധുക്കാരൊക്കെ വിദേശത്തൊക്കെ ആരോടൊരു പറഞ്ഞ പുള്ളിക്കാരത്തി പറഞ്ഞു, അച്ചാച്ചൻ്റെ പോലെ ഒരു കേസുണ്ട്, ഒന്ന് ടെസ്റ്റ് ചെയ്യണമെന്ന്. അന്നേരം ഇങ്ങനെ കേട്ടു. നേഴ്സുമാരൊക്കെ ഉള്ളവരുള്ള, നേഴ്സുമാരൊക്കെ ഉള്ളത് കൊണ്ട് അവര് പുള്ളിക്കാരത്തിനൊന്ന് പേടിപ്പിച്ചു. നീ പേടിപ്പിക്കാൻ പറയല്ല, നീ രണ്ടാമതൊരു ജീവിതത്തിലേക്ക് വന്നതാ, അതുകൊണ്ട് കുഞ്ഞെ ട്രീറ്റ്മെന്റ് ചെയ്യാൻ നമുക്ക് എത്ര രൂപയാണ് നമുക്ക് ട്രീറ്റ്മെന്റ് ചെയ്യാം, നീ ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോണേ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പുള്ളിക്കാരത്തിനെ കൊണ്ടുപോയി. ശരിയാകില്ല എന്തോ ആദ്യം പോകുമ്പോൾ പുള്ളിക്കാരത്തിനെ കൂട്ടിയാ പോയി. അപ്പൊ ഞാനും വൈഫും ഇളയ മോനും ചേർന്ന് മറ്റു 3-2 കോളേജിൽ പോയി, അല്ല സ്കൂളിൽ പോയി, സ്കൂളിൽ കോളേജുമായിട്ട് പോയി. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, പിന്നെ അവിടെ നിന്ന് ഞാനും ചെറിയ മോനെ കൂട്ടിക്കൊണ്ട് ഞാൻ വൈഫും കൂടെ ഹോസ്പിറ്റലിൽ പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് എന്നോട് പറഞ്ഞു, അതെ പൈൽസിന്റെ അല്ല, അതുകൊണ്ടൊരു കോളനോസ്കോപ്പി ചെയ്യണമെന്ന് പറഞ്ഞു. എനിക്കൊരു ഡേറ്റ് വന്നു, കോളനോസ്കോപ്പി ചെയ്തു. കോളനോസ്കോപ്പി ചെയ്തിട്ട് എന്നോട് പറഞ്ഞു, ഇതൊന്ന് ബയോപ്സിക്ക് കൊടുക്കണം എന്ന് പറഞ്ഞു. ബയോപ്സിക്ക് നമ്മൾ വിട്ടിട്ടുണ്ട്. ശരി, ഞാൻ പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞു. പറഞ്ഞു ബയോപ്സിക്ക് കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഇത് കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞു, സാരമില്ല, പേടിക്കൊന്നും വേണ്ട, നിങ്ങൾക്ക് വീട്ടിൽ ആർക്കെങ്കിലും ക്യാൻസർ വന്നിട്ടുണ്ടോ? ഞാൻ പറഞ്ഞു, എൻ്റെ പെങ്ങൾക്ക് വന്നിട്ടുണ്ട്. എവിടെയാ വന്നിരിക്കുന്നത്? അന്നേരം പറഞ്ഞു, വയറ്റിലാണ്, കുടലിനകത്താണ്, മലദ്വാരത്തിനകത്താണ്. അത് പറഞ്ഞു, അതേ ഒരു സിംറ്റംസ് ആണ് കാണുന്നത് നിങ്ങൾക്ക്, അതേപോലെ കേസ് എന്തായാലും നമ്മൾ ബയോപ്സി കൊടുത്തിട്ടുണ്ട്, അതിന്റെ റിസൾട്ട് പറഞ്ഞു. 2022 ഡിസംബർ മാസം 8-ാം തീയതി ബയോപ്സിയുടെ റിസൾട്ട് വന്നു. എന്നോട് പറഞ്ഞു, നിങ്ങൾക്ക് ക്യാൻസർ ആണ്, നിങ്ങൾക്ക് ക്യാൻസർ ആണ്, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ക്യാൻസറിന്റെ ട്രീറ്റ്മെന്റ് ചെയ്യണം. നിങ്ങളുടെ വൻകുടൽ മുതൽ മലദ്വാരം വരെ എടുത്ത്. അപ്പൊ ആദ്യം എന്നോട് പറയുന്നത് വൻകുടൽ എടുത്തു കളഞ്ഞാൽ മതി, അതിനുശേഷം നമ്മൾ ടെമ്പററി ഒരു ബാഗ് വെച്ചിട്ട് ചെറുകുടലിനെ നമുക്ക് പ്രവർത്തിപ്പിക്കാം, എന്നിട്ട് മലദ്വാരം ഓപ്പൺ ചെയ്യാം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ. അപ്പൊ എന്റെ കൂട്ടത്തിലൊരു ദേവദാസന വന്നിരിക്കുന്നത് അന്ന് ഈ ബയോപ്സിയുടെ റിസൾട്ടിന് വേണ്ടി വരുമ്പോൾ അദ്ദേഹം ചോദിച്ചു, ഈ എത്ര രൂപയാകും? 3 ലക്ഷം രൂപയ്ക്ക് മേലെയാകും എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, സാറേ എനിക്ക് RCCയിലേക്ക് എഴുതി തന്നേരെ, ഞാൻ RCCയിലേക്ക് പൊക്കോളാം എന്ന് പറഞ്ഞു. എനിക്ക് RCCയിലേക്ക് എനിക്ക് എഴുതി തന്നു. RCCയിലേക്ക് എഴുതി തന്ന് ഞാൻ RCCയിലേക്ക് പോവുകയാണ്. RCCയില് എന്റെ പെങ്ങളെ ട്രീറ്റ്മെന്റ് ചെയ്തതായ ഡോക്ടർമാരുണ്ട്. ആ ഡോക്ടറെ പോയി കണ്ടു. അവര് പറഞ്ഞു, കുഴപ്പമില്ല, നമുക്കിത് എടുത്തു കളഞ്ഞാൽ ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല, ധൈര്യമായിട്ടിരുന്നു എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, ഇത് എടുത്ത് കളയാതെ വേറെ എന്തെങ്കിലും വഴിയുണ്ടോ? അവർ പറയുന്നു, ഒരു വഴിയില്ല. ഞാൻ ആ സമയങ്ങളിലൊക്കെ ദൈവശബ്ദം കേൾക്കുന്നുണ്ട്.
പക്ഷേ എൻ്റെ വൈഫിന്റെ ഫാമിലിയിലുള്ളവരൊക്കെ എനിക്കതിന് പൈസ അയച്ചെന്നൊക്കെ ഓപ്പറേഷൻ ചെയ്തോണം, ചികിത്സിച്ചോണം എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഇവര് പൈസ തന്നിരിക്കൊണ്ട് പോകാതിരിക്കാനും എനിക്ക് പറ്റത്തില്ല. ഞാൻ കർത്താവിന്റെ ശബ്ദം കേട്ട് അതൊന്നും അവിടെ വിഷയമല്ല. ഞാൻ പറഞ്ഞു ഞാൻ പൊക്കോളാം. ഞാൻ RCC പോയി ഏതാണ്ട് 3 മാസം അവിടെ കിടന്നു. ഇവരെന്നെ ഓരോ ടെസ്റ്റ് തിരിച്ചും മറിച്ചും തിരിച്ചും ചെയ്യാൻ തുടങ്ങി. അങ്ങനെ കഴിഞ്ഞിട്ട് പിന്നെ അവർ ബയോപ്സിക്ക് കൊടുത്തിട്ട് അതിന്റെ റിസൾട്ട് വന്നു. ക്യാൻസർ എന്ന് പറഞ്ഞു, കാർസിനോമ എന്ന കൊളോൺ ക്യാൻസർ ആണ് എന്ന് പറഞ്ഞു. ഞാൻ ശരി, ഓക്കെ എന്ന് പറഞ്ഞു. അപ്പൊ എന്നാ ചെയ്യണ്ടേ? അത് ഓപ്പറേഷൻ തന്നെ ചെയ്യണം എന്ന് പറഞ്ഞു. ശരി, ഞാൻ പറഞ്ഞു ശരി, സമ്മതിച്ചു. ഇങ്ങനെ പറഞ്ഞപ്പോൾ അടുത്ത ടെസ്റ്റിന് അപ്പൊ ഓരോ ടേം ടെസ്റ്റാണ്. അങ്ങനെ 2ാമത്തെ ടേം ടെസ്റ്റ് കഴിഞ്ഞ് ഞാൻ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ, 2ാമത്തെ ടേം ടെസ്റ്റ് കഴിഞ്ഞിട്ട് വീട്ടിൽ വന്നപ്പോ എനിക്ക് കുറെ സമയം കിട്ടി. 16 ദിവസത്തോളം സമയം കിട്ടി. ഞാൻ ദിവസം പ്രാർത്ഥിച്ചു, കർത്താവേ എന്നെ കീറി മുറിക്കാൻ പോവുക, എന്റെ കുടലെടുത്ത് കളയാൻ പോവുക, ഈ ബാഗും വെച്ചുകൊണ്ട് ഞാൻ ജീവിതകാലം മുഴുവൻ നടക്കണം. അതുകൊണ്ട് എന്താ ചെയ്യണ്ടേ? അപ്പൊ ഞാൻ പാലക്കാട് ഹോസ്പിറ്റലിൽ നിന്ന് പറഞ്ഞു കുടല് മാത്രം കളഞ്ഞാൽ മതി. RCC ചെന്നപ്പോ പറയുന്നു മലദ്വാരവും കൂടെ കളയണം. ഇത് കേട്ടപ്പോൾ എനിക്ക് പ്രയാസം തോന്നി. ഞാൻ പറഞ്ഞു ശരി, എനിക്കൊരു വിടുതല തരാൻ ദൈവത്തിന് കഴിയുമല്ലോ. 16 ദിവസം ദൈവസന്നിധി കിട്ടി. ഞാൻ വീട്ടിൽ വന്നപ്പോൾ എന്റെ സ്വന്തക്കാര്, ബന്ധക്കാര്, കുടുംബക്കാര്, സഭക്കാര് എല്ലാവരും ചേർന്ന് വീട്ടിൽ പ്രാർത്ഥന, രാപകല് പ്രാർത്ഥനയാണ്. അങ്ങനെ ഒരു രാത്രി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതായ സമയത്തില് കർത്താവിനോട് പറഞ്ഞു, ഈ രാത്രി ഞാൻ നിന്നെ സൗഖ്യമാക്കും. എന്റെ സഹോദരൻ അന്ന് ആസാമിൽ നിന്ന് വന്നിട്ടുണ്ട്. അവൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്. രാത്രി 12 മണി അവൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ഞാൻ ഒരു ദൈവശബ്ദം കേട്ടു, ഈ രാത്രി ഞാൻ നിന്നെ സൗഖ്യമാക്കുമെന്ന്. ഞാൻ ആ കസാരയിൽ നിന്ന് എഴുന്നേറ്റു. ഞാൻ അവിടെ മുട്ടുകുത്തി വാവിട്ട് ദൈവസംഘത്തെ നിലവിളിച്ചു. എനിക്ക് എത്ര സൗണ്ട് ഉണ്ടോ അത്ര സൗണ്ട്. ഞാൻ താമസിക്കുന്ന വീട് എന്ന് പറഞ്ഞാൽ പറയുന്നത് ഫ്രണ്ടിൽ ഒരു 10 ഏക്കർ തെങ്ങുതോട്ടം, ഇപ്പുറത്ത് ഒരു 8 ഏക്കർ തെങ്ങുതോട്ടം. അപ്പൊ മൊത്തത്തിൽ ഒരു 18 ഏക്കർ തെങ്ങുതോട്ടത്തിന്റെ ഇടയ്ക്ക് ഒരു ഒറ്റ വീടേ ഉള്ളൂ. അവിടെ കിടന്ന് അലറി വിളിച്ചാലും മൈക്ക് കെട്ടി കിടന്ന് കൂവിയാലും ഒരു മനുഷ്യൻ കേൾക്കത്തില്ല. അപ്പോൾ ജനലും കഥവുമെല്ലാം അടച്ചിട്ടിരിക്കുന്നു. ഞാൻ വാവിട്ട് നിലവിളിച്ച് ദൈവത്തോട് പറഞ്ഞു, കർത്താവേ ഈ രാത്രി നീ എന്നെ സൗഖ്യമാക്കുമെന്ന് പറഞ്ഞല്ലോ, അങ്ങയുടെ കരവെന്നെ തൊടണം. അതിന് തടസ്സമായ എന്റെ ജീവിതത്തിൽ ഏതെങ്കിലും പാപങ്ങൾ, കുറവുകൾ, തെറ്റുകൾ, കുറ്റങ്ങൾ, എന്റെ വാക്കാകട്ടെ, പ്രവൃത്തിയാകട്ടെ, കൊടുക്കുവാങ്ങലാകട്ടെ, എന്റെ ശുശ്രൂഷയിൽ വന്ന വിഷയങ്ങളാകട്ടെ, ഏതെങ്കിലും ദൈവഹിതമല്ലാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ ദൈവം എനിക്ക് ഇന്ന് രാത്രി വെളിപ്പെടുത്തി തരണം. ഞാൻ അത് ക്രമീകരിക്കാൻ തയ്യാറാപ്പാ എന്ന് പറഞ്ഞ് ദൈവസന്നിധിയില് ഞാൻ നിലവിളിച്ച് പ്രാർത്ഥിക്കുക. എന്ന് എനിക്കൊരു തമിഴ് പാട്ടിന്റെ ഒരു ലൈൻ, ഞാനൊരു 4 ലൈൻ പറയാം. அப்பா என் கண்ணீர் என்று துடக்கீராரோ ആവലായെങ്കിടുതേ എന്തന്നുള്ളം. ഈ പാട്ട് ഇമ്പയേശു രാജാവേ ഞാൻ പാർത്താൽ പോതും, മഹിമയിൽ അവരോടു ഞാൻ வாழ்ந்தாൽ പോതും, നിത്യമ മോക്ഷ വീട്ടിൽ ചേർന്നാൽ പോതും. ഈ പാട്ട് ഞാൻ പാടി ആത്മാവിലങ്ങ് ആരാധിച്ചൊരു പ്രത്യേക ദൈവശക്തി എന്റെ മേൽ ഇറങ്ങി ഒരു തീയായിട്ട് എന്റെ മേൽ കത്തി. 12:30 ആയി കഴിഞ്ഞപ്പോൾ ആത്മസാന്നിധ്യത്തിനകത്ത് ഞാൻ ഏത് ലോകത്താണെന്ന് എനിക്ക് അറിയാൻ പറ്റാത്ത നിലയിലേക്ക് ഞാൻ വന്നു. ആ രാത്രിയിൽ എന്റെ ബ്ലീഡിങ് നിന്നു. അടുത്ത ദിവസം രാവിലെ ഞാൻ ബാത്റൂമിൽ പോയി, ഒരു ഡ്രോപ്സ്, ഒരു തുള്ളി ബ്ലഡ് പോലും പോയില്ല. ഞാൻ വൈഫിനോട് പറഞ്ഞു, ഡാലി എന്റെ ഇത് ബാത്റൂമിൽ പോയിട്ട് ഒരു തുള്ളി ബ്ലഡ് പോലും പോയില്ല, എന്റെ രോഗത്തെ കർത്താവ് സൗഖ്യമാക്കി കേട്ടോ എന്ന് പറഞ്ഞു. അന്നേരം പുള്ളിക്കാരൻ പറഞ്ഞു, അതൊക്കെ സാരമില്ല, ആശുപത്രി പോകാതിരിക്കരുത്. ഞാൻ പറഞ്ഞു ആശുപത്രി പോ. അപ്പോൾ ഞാൻ വൈകുന്നേരം ബാത്റൂമിൽ പോയി, ഒരു തുള്ളി ബ്ലഡ് പോലും പോയില്ല. അല്ല എന്ന് പറഞ്ഞ ബാത്റൂം എന്ന് പറഞ്ഞാൽ കേൾക്കുന്ന പേടിയാ, കാരണം അത് ഫുള്ളാ ബ്ലഡ് ആകും, നിൽക്കത്തില്ല, ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പോയിട്ടായിരിക്കും. അങ്ങനെ ഇരുന്നടുത്ത് ഒരു തുള്ളി ബ്ലഡ് പോലും പോയില്ല. അടുത്ത ദിവസം പോയി ബാത്റൂമിൽ പോയി, ബ്ലഡ് പോയില്ല. 4ാമത്തെ ദിവസം ഞാൻ RCCയിലേക്ക് പോയാ, ആദ്യം വരെ എനിക്ക് ബ്ലഡ് പോയില്ല.
അപ്പൊ ഞാൻ അവിടെ ചെന്നപ്പോൾ എനിക്ക് എന്റെ റിസൾട്ട്, സെക്കൻഡ് ടൈമിന്റെ റിസൾട്ട് ഒക്കെ വന്ന് ഇങ്ങനെ ഇരിക്കുക. അപ്പൊ ഞാൻ അവിടെ ചെല്ലുമ്പോൾ എന്റെ വിശ്വാസം, ഡോക്ടർ ഇപ്പൊ എന്നോട് പറയും നിങ്ങൾക്ക് ക്യാൻസർ ഇല്ല, വീട്ടിൽ പോകാം എന്ന് പറയും എന്നൊക്കെ ചിരിച്ചോണ്ട് ഞാൻ അവിടെ അകത്ത് ഡോക്ടറെ അടുത്ത് കയറിയപ്പോൾ ഡോക്ടർ പറയാണ്, അപ്പൊ ഇനി നമുക്ക് ന്യൂറോയിൽ നിന്ന് കാണും, ഒരു കാർഡിയോളജിയെ കാണും, നെഫ്രോളജിയെ കാണും. ഞാൻ ചോദിച്ചു എന്തിനാ സാർ? അല്ല, നമ്മൾ ഓപ്പറേഷൻ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഹാർട്ടിന് പ്രോബ്ലം ഉണ്ടോ, നിങ്ങളുടെ ഞരമ്പുകൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, പിന്നെ കിഡ്നിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് അറിയട്ടെ. ഇപ്പൊ ഞാൻ ചോദിച്ചു സാറേ അതിന് എനിക്ക് ഇപ്പോഴും ക്യാൻസർ ഉണ്ടോ? പുള്ളിയുടെ മറുപടി, അതിന് നമ്മൾ ട്രീറ്റ്മെന്റ് ഒന്നും ചെയ്തില്ലല്ലോ. ഞാൻ പറഞ്ഞു ഇല്ല. നോക്കി, ശരിയാ, ഞാനൊരു കീമോ ചെയ്തിട്ടില്ല, ഒരു റേഡിയേഷൻ ചെയ്തിട്ടില്ല, അതിന്റെ പേരിൽ ഒരു ഇഞ്ചക്ഷൻ ചെയ്തിട്ടില്ല, അതിന്റെ പേരിൽ ഒരു ഗുളിക കഴിച്ചിട്ടില്ല. അപ്പൊ ഡോക്ടർ പറഞ്ഞു അതിന് നമ്മൾ ക്യാൻസർ മാറാൻ ട്രീറ്റ്മെന്റ് ഒന്നും ചെയ്തില്ലല്ലോ. ഞാൻ പറഞ്ഞു ശരിയാ, ട്രീറ്റ്മെന്റ് ഇല്ല. അപ്പൊ എനിക്ക് ക്യാൻസർ ഉണ്ടല്ലേ സാറേ എന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് നമുക്ക് എമർജൻസി ആയിട്ട് നമുക്ക് പ്ലേറ്റ്ലെറ്റ് കയറ്റണം, ബ്ലഡും കയറ്റണം. അതുകൊണ്ട് നിങ്ങളുടെ ഹീമോഗ്ലോബിൻ നോക്കിയിട്ടും പ്ലേറ്റ്ലെറ്റ് നോക്കിയിട്ടും തൈറോയിഡും കൂടെ നോക്കിയിട്ട് വരാൻ പറഞ്ഞു. ഞാൻ അപ്പൊ എന്റെ ചേട്ടന്റെ മോനാണ്. ഞാൻ പറഞ്ഞു മോനെ നീ അന്ന് എഴുതി മേടിച്ചിട്ട് വന്നു പറഞ്ഞു. ഞാൻ വെളിയിൽ ഇറങ്ങിയിരുന്നു, ഇവന് ഇത് എഴുതി മേടിച്ചോണ്ട് വന്നു. ഞാനപ്പോ ചോദിച്ചു കർത്താവേ അങ്ങനെ സൗഖ്യമാക്കിയതല്ലേ, ഞാനിപ്പോ എന്ത് പറഞ്ഞാണ് ഈ ഡോക്ടറെ ഇതൊന്നും മനസ്സിലാക്കട്ടെ? എനിക്ക് വളരെ പ്രയാസം തോന്നി. ഞാന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതായ സമയത്ത് ഇവൻ വന്നിരുന്ന അതിന്റെ എന്നോട് ബേച്ചാച്ചാ വിഷമിക്കണ്ട, കർത്താവ് സൗഖ്യം തരും ബേച്ചാച്ചാ. ബേച്ചാച്ചൻ പ്രാർത്ഥിച്ചു, ഒത്തിരി പേർക്ക് സൗഖ്യം കിട്ടിയല്ല, അപ്പൊ ബേച്ചാച്ചനെ കർത്താവ് സൗഖ്യമാക്കാതിരിക്കും, ബേച്ചാച്ചൻ ധൈര്യമായിട്ടിരിക്കേ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഒരു ബോട്ടിൽ വെള്ളം മേടിച്ചിട്ടോളാ എന്ന് പറഞ്ഞു. എന്നിട്ട് അവനെ വെള്ളം മേടിക്കാൻ വേണ്ടി പോയപ്പോൾ ഞാൻ ചോദിച്ചു കർത്താവ് ഞാൻ എന്നാ ചെയ്യണ്ടേ? കർത്താവിനോടൊന്ന് അന്ന് പറയാണ്, ഒരു ദൈവശബ്ദം ഞാൻ കേൾക്കുക, ഇന്ന് ഇവിടെ വെച്ച് ഞാൻ ഈ റിസൾട്ടിനെ തിരുത്തും, ഇവിടെ വെച്ച് ഞാൻ റിസൾട്ടിനെ തിരുത്തുമെന്ന് പറഞ്ഞതായ സമയത്ത് ഞാൻ ഇവൻ വെള്ളം മേടിച്ചോണ്ട് ഞാൻ വെള്ളം കുടിച്ചു പാടാ നമുക്ക് പോവാം എന്ന് പറയും. ഞാൻ ഇവനെ വിളിച്ചുകൊണ്ട് നേരെ പോവുകയാണ്. ഇവനെ വിളിച്ചുകൊണ്ട് നേരെ ഞാൻ ലാഭിച്ചൊന്ന് ബ്ലഡ് കൊടുത്തു. ഞാൻ ചോദിച്ചു എപ്പോൾ റിസൾട്ട് കിട്ടും? നാളെ കിട്ടും എന്ന് പറഞ്ഞു. ഞാൻ പറയടാ ബുധനാഴ്ച ഡോക്ടർ ഉണ്ടെന്ന് വേഗം പോയി അപ്പോയിന്റ്മെന്റ് എടുക്ക്. ഇവൻ വേഗം പോയിട്ട് ബുധനാഴ്ചത്തേക്ക് അപ്പോയിന്റ്മെന്റ് എടുത്തു. ഞാൻ ബ്ലഡ് കൊടുത്ത് അടുത്ത ദിവസം പോയി റിസൾട്ട് മേടിച്ച് കൈവച്ചു. ഞാൻ ബുധനാഴ്ച രാവിലെ ഈ റിസൾട്ട് കൊണ്ട് ഡോക്ടറെ അടുത്തേക്ക് ചെല്ലുകയാണ്. ഡോക്ടറെ അടുത്തേക്ക് ചെന്നപ്പോൾ ഡോക്ടർ ഇത് നോക്കുന്നു, ഫയൽ തിരിച്ചു നോക്കുന്നു, കമ്പ്യൂട്ടർ നോക്കുന്നു. നോക്കിച്ച് എന്നോട് പറഞ്ഞു നിങ്ങൾക്ക് സത്യത്തിൽ ബ്ലീഡിങ് ഉണ്ടായിരുന്നു? ഞാൻ പറഞ്ഞു ഉണ്ടായിരുന്നു. എങ്ങനെയാ ബ്ലഡ് പോകുന്നു ഇങ്ങനെ പോകുന്നു. പക്ഷെ അത് എനിക്ക് മനസ്സിലാകുന്നില്ല. നിങ്ങളുടെ HP 15.2, നിങ്ങളുടെ ബ്ലഡിന്റെ പോയിന്റ് 15.2. ഒരു ക്യാൻസർ പേഷ്യന്റിന്, ബ്ലീഡിങ് ഉള്ളതായ ഒരു ക്യാൻസർ പേഷ്യന്റിന് ഇത്രയും ബ്ലഡ് ഉണ്ടാകാൻ ഒരു ചാൻസും ഇല്ല. നിങ്ങൾക്ക് പ്ലേറ്റ്ലെറ്റ് ഹൈ ആണ്, തൈറോയിഡും ഇല്ല. എന്തോ ഒരു മിറക്കിൾ. ഞാൻ പറഞ്ഞു സാറേ എന്റെ യേശു എന്നെ സൗഖ്യമാക്കി. അതെ ഞാൻ സാറിനോട് ചോദിച്ചേ എനിക്ക് ഇപ്പോഴും ക്യാൻസർ ഉണ്ടോ എന്ന് ചോദിച്ചത്. അന്നേരം അദ്ദേഹം എന്നോട് പറഞ്ഞു ശരി നിങ്ങളുടെ വിശ്വാസം നിങ്ങളുടെ കയ്യിലിരിക്കട്ടെ, നമുക്ക് കുറച്ച് ഒന്നുകൂടെ ആദ്യം മുതൽ ടെസ്റ്റ് ചെയ്യാം. ഞാൻ ചോദിച്ചു ആദ്യം മുതൽ ടെസ്റ്റ് ചെയ്യാം? മൂന്നാമത്തെ ടൈം ടെസ്റ്റ് എന്നാ ടെസ്റ്റ്? കോളനോസ്കോപ്പി, എൻഡോസ്കോപ്പി, MRI, CT, ഇങ്ങനെ മുതൽ 32 ടെസ്റ്റാ. ഇതിന്റെ ഒക്കെ ബയോപ്സി, ഇതിന്റെ എല്ലാം ലാസ്റ്റ് കോളനോസ്കോപ്പി എടുത്ത് അതിന്റെ ബയോപ്സിക്ക് കൊടുത്തിട്ട് ഞാൻ ചോദിച്ചു സാറേ എപ്പോ റിസൾട്ട് വരും? 18 ദിവസം ആകുമെന്ന് പറഞ്ഞു. ഞാൻ തിരിച്ചു ഡോക്ടറോട് പറഞ്ഞു സാറേ 18 ദിവസം ആകുമെന്ന് പറഞ്ഞു. മതി 18ഓ 20ഓ നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, അതുകൊണ്ട് 18ഓ 20ഓ ദിവസം ആകട്ടെ. ഞാൻ 20 ദിവസം കഴിഞ്ഞ് ഞാന് അപ്പോയിന്റ്മെന്റ് എടുത്ത് ഹോസ്പിറ്റലിൽ വന്നു. ഹോസ്പിറ്റലിൽ വന്നതായിരിക്കുന്ന സമയത്ത് എന്നെ അതുവരെ വിളിച്ചതായ സ്ഥലത്ത് നിന്നല്ല അന്ന് വിളിച്ച് വേറൊരു സ്ഥലത്ത് നിന്ന് വിളിക്കുന്നു. ഞാൻ നേരെ അവിടെ ചെന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ആ ഡോക്ടറെ, ആദ്യം അനൂപ് എന്ന് പറഞ്ഞ ഡോക്ടറാ, ആ ഡോക്ടർ എന്നെ വിളിച്ചു. ഞാൻ അവിടെ ചെന്നു. അവിടെ ചെന്നിട്ട് പുള്ളി എന്റെ ഫയൽ കംപ്ലീറ്റ് മറിച്ചു നോക്കിച്ച് എന്നോട് പറഞ്ഞു ആദ്യത്തെ റിസൾട്ട് അല്ലല്ലോ ഇപ്പം, ആദ്യത്തെ 2 ടേമിന്റെയും ബയോപ്സിയിലുള്ളതായ റിപ്പോർട്ടല്ല ഇപ്പം, ആ ടേമിലെ ടെസ്റ്റിലുള്ള റിസൾട്ട് അല്ല ഇപ്പം. ഇപ്പോൾ നിങ്ങൾക്ക് ക്യാൻസർ ഇല്ല, നിങ്ങൾക്ക് പോകാം.
സ്തോത്രം. അന്ന് RCC ഇറങ്ങിയതാണ് ഞാൻ. എന്റെ ക്യാൻസറിനെ കർത്താവ് സൗഖ്യമാക്കി. പിന്നെ ഇന്ന് വരയ്ക്കും ആ പടി ചവിട്ടാൻ ദൈവം അനുവദിച്ചില്ല. അന്ന് ഞാൻ ദൈവത്തോട് ചോദിച്ചു, കർത്താവേ, എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ ഈ റിസൾട്ടിൽ തെളിയാനുള്ള കാരണം എന്നാ? കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട്. ഒന്ന്, ഞാൻ ആരാണെന്ന് നീ അറിയണം. ഞാൻ ആരാണെന്ന് നീ അറിയണം. പിന്നെ അവര് പറഞ്ഞത് അവര് പഠിച്ച ടെക്നോളജിയിൽ ഉപയോഗിച്ച് അവരുടെ കണ്ടെത്തലാ പറഞ്ഞേ. അത് സത്യമല്ലേ? അത് സത്യം. അവർ കണ്ടെത്തിയ ആ സത്യത്തെ തിരുത്താൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്. ഈ ദൈവത്തെ ഞാൻ അനുഭവിച്ചറിഞ്ഞവനാ. ഇന്ന് പകൽവേളയിൽ ഒരു കാര്യം ഞാൻ പറയാം. മാറാരോഗത്തിന്റെ മരണക്കുറിപ്പ് നിനക്ക് വിരോധമായി എഴുതിയിട്ടുണ്ടെങ്കിൽ അതിനെ തിരുത്താൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയരെ, ആരെങ്കിലും ഇങ്ങനെ ഭാരപ്പെടുന്നു എങ്കിൽ യേശു ഇന്ന് നിങ്ങളെ തൊട്ട് സൗഖ്യമാക്കുന്ന ദൈവമാണെന്ന് ഞാൻ ഉറപ്പ് തരിക. RCC ഇറങ്ങി. അടുത്ത ദിവസം എന്റെ ഏറ്റവും അടുത്ത സ്നേഹിതന IPC കേരള സ്റ്റേറ്റ് സെക്രട്ടറി പാസ്റ്റർ ദാനിയേൽ കൊന്ന നിൽക്കുന്നതിൽ എന്റെ റിസൾട്ട് വന്നപ്പോൾ ഞാൻ പെട്ടെന്ന് ദാനിയേൽ പാസ്റ്റർ വിളിച്ചു. അച്ഛാ, എന്റെ റിസൾട്ട് 3ാമത്തെ ടേം റിസൾട്ട് വന്നു, എനിക്ക് ക്യാൻസർ ഇല്ല, വീട്ടിൽ പോകാമെന്ന് പറഞ്ഞു. അപ്പൊ ആദ്യം പറഞ്ഞതൊക്കെ ശരിയാ. അന്ന് ബയോപ്സി ചെയ്തപ്പോ ക്യാൻസർ ആണെന്നല്ല പറഞ്ഞേ. അത് ഇപ്പൊ ബയോപ്സി ചെയ്തിട്ട് പറയുകയാണത് ക്യാൻസർ അല്ല എന്ന്. 32 ടെസ്റ്റ് എടുത്തിട്ട് ആ ടെസ്റ്റിന്റെ റിസൾട്ട് പറയാ ക്യാൻസറിലെന്ന്. എന്നോട് പറഞ്ഞു, ഞായറാഴ്ച എന്റെ സഭ വരണം. ഞാൻ അടുത്ത ദിവസം ഞായറാഴ്ച പാസ്റ്റർ ദാനിയേൽ കൊന്ന് നിൽക്കുന്നുണ്ട് IPC ജയോത്സവം ചർച്ചിലെ. ഞാൻ ചെന്നു. ജയോത്സവം ചർച്ചിലെ മീറ്റിങ്ങിന് 1.5 മണിക്കൂർ എനിക്ക് ശുശ്രൂഷയ്ക്ക് അവസരം തന്നു. അങ്ങനെ ഞാൻ പറഞ്ഞത്, കർത്താവ് എന്നെ അവിടെ നിന്ന് സൗഖ്യമാക്കി. ദൈവത്തിന്റെ കൃപയാൽ ഇന്ന് ആരോഗ്യത്തോടെ, ബലത്തോടെ, സുഖത്തോടെ യേശുവിനെ സുവിശേഷിച്ച് കേരളത്തിന് പുറത്തും ഇന്ത്യക്ക് പുറത്തും ഒക്കെ യേശുവിനെ സുവിശേഷീകരിക്കാനുള്ളതായ വലിയ ഭാഗ്യം സ്വർഗത്തിലെ ദൈവം എനിക്ക് നൽകി തന്ന് എന്നെ ജയത്തോടെ നടത്തുന്നു. എൻ്റെ ഭാര്യയുടെ പേര് ഡാലിയസ്, എൻ്റെ മോളുടെ പേര് പ്രിസ്കില്ല ബേബി, എൻ്റെ 2ാമത്തെ മോന്റെ പേര് അബിയൽ ബേബി, ഇളയ മോന്റെ പേര് ദയാൽ ബേബി. അതുകൊണ്ട് ഞങ്ങൾ ഈ 5 പേരടങ്ങുന്ന ഞങ്ങളുടെ കൊച്ചു കുടുംബത്തെ ഓർത്ത് നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം. ഞങ്ങളുടെ സഭയോർത്ത്, ഞങ്ങളുടെ ശുശ്രൂഷയോർത്ത് പ്രാർത്ഥിക്കണം. ഇതിന് അവസരം തന്നതാണ് അരോമ TVക്കും കർത്താവിന്റെ ദാസൻ ഡാനിയേൽ പാസ്റ്റർക്കും പ്രത്യേകം നന്ദിയും വന്ദനം അറിയിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. വളരെ ഹൃദയസ്പർശിയായ ദൈവീയ സ്പർശനത്തിൻ്റെ അനുഭവങ്ങൾ വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ പങ്കുവയ്ക്കുവാൻ കൃപ ചെയ്ത സ്വർഗത്തിലെ ദൈവത്തിന് ആദ്യം തന്നെ നന്ദി പറയുന്നു. ഒരു വ്യക്തിയോട് ദൈവം ഇത്രയധികം അടുത്ത് ഇടപെടുന്ന അനുഭവങ്ങൾ ഉണ്ടോ എന്ന് തന്നെ ഒരുപക്ഷെങ്കിൽ കേൾവിക്കാർക്ക് തോന്നുമാറ്, അതിശയം കൂറുമാറ് ദൈവത്തിൻ്റെ പ്രവൃത്തികൾ അനുഭവിച്ചറിഞ്ഞ ആ നിമിഷങ്ങൾ, അത് തീർച്ചയായിട്ടും എത്ര ദൈവത്തിന് നന്ദി പറഞ്ഞാലും മതി വരികയിൽ, വാക്കുകൾ കൊണ്ട് പറഞ്ഞറിയിക്കുവാൻ കഴിയുന്നതിനും അപ്പുറമാണ്. വളരെ ചെറുപ്പത്തിൽ തന്നെ കർത്താവ് വിളിച്ച് വേർതിരിച്ച് കർത്താവിൻ്റെ രാജ്യത്തിൻ്റെ ശുശ്രൂഷക്കാരനായി ദൈവം നട്ടു. എന്നാൽ അതിൻ്റെ ഫലം പുറത്തു വരാതിരിക്കത്തക്കവണ്ണം പല നിലകളിൽ അതിൻ്റെ വേരുകൾ അറുത്ത് കളഞ്ഞ്
അതിനെ ചവിട്ടിത്തേച്ച് കളയുന്ന, അതിൻ്റെ ഫലങ്ങൾ വരുന്നതിന് മുന്നമേ തന്നെ അതിനെ നശിപ്പിച്ച് കളയുന്ന ഒരുപാട് അനുഭവങ്ങൾ ജീവിതത്തിൽ കടന്നു വരുവാൻ ഇടയായി തീർന്നു. ഫലമുള്ള വൃക്ഷത്തിന് ഏറ് കിട്ടുന്നത് പറഞ്ഞതുപോലെ അനവധി ഏറും കല്ലേറും വീടാക്രമണവും മറ്റ് പല വിധത്തിലുള്ളതായ ആക്ഷേപങ്ങളും ഒക്കെ അഭിമുഖീകരിച്ചു. തീയിൽ കുരുത്തത് വെയിലത്ത് വാടില്ല എന്നുള്ള പഴമൊഴി പോലെ കർത്താവിൻ്റെ ദാസനെ ദൈവം ഇന്ന് ഏറെ ഫലം പുറപ്പെടുവിക്കുന്ന ഒരു വൃക്ഷമായി, തിരുവെഴുത്തുകളിൽ നാം വായിക്കുന്നത് പോലെ അധികം ഫലം കായ്ക്കേണ്ടതിന് ചെത്തി വെടിപ്പാക്കുന്ന ഒരനുഭവം, പുതിയ ഫലങ്ങൾ, പുതിയ ശാഖകൾ അതിലൂടെ വെളിപ്പെട്ടു വരുവാൻ, അതിലൂടെ അനേകർക്ക് തണലേകുവാൻ, ആസ്വാദനം പകരുവാൻ, അനുഗ്രഹം അനുഭവിക്കുവാൻ പര്യാപ്തമായ നിലയിൽ സ്വർഗത്തിലെ ദൈവം ഒരുക്കിയെടുത്ത അസാധാരണമായ അനുഭവം. എല്ലാവർക്കും ഇങ്ങനെ അനുഭവങ്ങൾ കർത്താവ് കൊടുക്കുകയില്ല. കർത്താവിൻ്റെ സാക്ഷ്യം, കർത്താവിനെക്കുറിച്ചുള്ളതായ സ്നേഹം, വചനത്തെക്കുറിച്ചുള്ളതായ എരിവും ഉത്തരവാദിത്വവും ആരുടെ ഉള്ളിൽ ദൈവം കൊടുത്തോ ആ വ്യക്തിക്ക് മാത്രം ഇങ്ങനെയുള്ള പരിശോധനയുടെ അനുഭവങ്ങളിലൂടെ ദൈവം കടത്തിവിട്ട് ദൈവം ഒരുക്കിയെടുക്കുവാൻ ഇടയായി തീർന്നു. കർത്താവിൻ്റെ ദാസൻ്റെ ജീവിതത്തിൽ ദൈവം ചെയ്ത മഹാ അത്ഭുതങ്ങൾ എത്ര വർണ്ണിച്ചാലും എത്ര കേട്ടാലും മതി വരാത്ത രീതിയിൽ ദൈവത്തിൻ്റെ പ്രവൃത്തികളെ വെളിപ്പെടുത്തുവാൻ ഇടയായി തീർന്നു. ഒന്നിനു പുറകെ ഒന്ന്. തമിഴ്നാട്ടിൽ നടന്ന അത്ഭുതങ്ങളെക്കുറിച്ച് ഞാൻ ഓർക്കുകയായിരുന്നു. സ്തോത്രം. അതുപോലെ പിന്നത്തേതിൽ സ്വന്തം ഭവനത്തിൽ, മറ്റെങ്ങുമല്ല, വേറെ ആരുടെയും കടമെടുത്തതല്ല, വേറെ ആരുടെയും കേട്ടതല്ല, സ്വന്തം ഭവനത്തിൽ നേരിട്ട അനുഭവങ്ങൾ. ഏറ്റവും ഒടുവിലായി സ്വന്തം ശരീരത്തിൽ അനുഭവിച്ച അത്ഭുത വിടുതൽ. ഒരു വ്യക്തിയെ ദൈവം സ്നേഹിക്കുന്നത് ഏതെല്ലാം മേഖലകളിലൂടെയാണെന്ന് ആ വാക്കുകളിലൂടെ വ്യക്തമായി വെളിപ്പെടുവാനിടയായി തീർന്നു. കർത്താവിൻ്റെ ദാസനെ ദൈവം അനുഗ്രഹിക്കട്ടെ, കർത്താവ് സഹായിക്കട്ടെ. കർത്താവിന് വേണ്ടി ഏറെ പ്രയോജനപ്പെടുവാൻ കർത്താവ് പിന്നെ ശക്തമായ അവസരങ്ങളെ ഒരുക്കി ഉപയോഗിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന അരോമ ടിവിയുടെ പ്രേക്ഷകരെ, നാളിതുവരെ നിങ്ങൾ കേട്ടിട്ടുള്ളതിൽ നിന്നും വളരെ വ്യത്യസ്തവും വളരെ ശക്തമായ ദൈവീയ ഇടപെടലുകളെ കുറിച്ചുള്ളതായ ഒരു സാക്ഷ്യമാണ് നാം ഇന്ന് കേൾക്കുവാനിടയായി തീർന്നത്. തീർച്ചയായിട്ടും കേൾവിക്കാരിൽ പല പ്രിയപ്പെട്ടവരും അഭിമുഖീകരിച്ചിട്ടുള്ള, കടന്നുപോയിട്ടുള്ള സങ്കീർണമായ സാഹചര്യങ്ങൾ ഒരുപക്ഷെങ്കിൽ നിങ്ങൾക്ക് ഓർത്തെടുക്കുവാൻ കഴിയും. പക്ഷെ അതിൻ്റെ പിന്നിലുള്ളതായ ദൈവീയ പദ്ധതിയെ നാം തിരിച്ചറിയുമ്പോൾ മാത്രമേ യഥാർത്ഥത്തിൽ ദൈവത്തിന് കൊടുക്കേണ്ടുന്ന മഹത്വം നമുക്ക് കൊടുക്കുവാൻ കഴിയുകയുള്ളൂ എന്നുള്ള വസ്തുത തിരിച്ചറിയുക. എല്ലാറ്റിൻ്റെ പിന്നിൽ ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുക എന്നുള്ളതാണ്. നമ്മെ തകർത്ത് കളയുവാനല്ല, നമ്മെ ഉടച്ചു കളയുവാനല്ല, നമ്മെ പണിതെടുത്ത് കർത്താവിന് പ്രയോജനമുള്ള ഒരു പാത്രമായി, മാനപാത്രമായി കർത്താവിൻ്റെ കരങ്ങളിൽ ഉപയോഗിക്കുവാൻ വേണ്ടിയിട്ടാണ് ചില തീച്ചൂളയുടെ അനുഭവങ്ങളിൽ കൂടി നമ്മെ കടത്തിവിടുന്നത് എന്ന് നാം തിരിച്ചറിയുമ്പോൾ നിശ്ചയമായിട്ടും പിന്നെ ഈ കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് വിധേയപ്പെടുവാൻ, താഴുവാൻ ഇടയായിത്തീരും. ദൈവസന്നിധിയിൽ ആയിരിക്കുന്നിടത്ത് ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, ഹൃദയങ്ങളെ ഏകാഗ്രമാക്കാം. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല. ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല. ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഒരായുസ്സുണ്ട്, നമുക്ക് ദൈവം തന്നിരിക്കുന്ന അവസരങ്ങളുണ്ട്. കർത്താവിന് പ്രയോജനപ്പെടുവാൻ, കർത്താവെ ഞാനിതാ എന്നെ തന്നെ സമർപ്പിക്കുന്നു എന്ന് ഇതിൽ പരം ഒരു സാക്ഷ്യത്തിൻ്റെ ആവശ്യമുണ്ടോ? സ്തോത്രം, സ്തോത്രം. കർത്താവ് ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ തൊടുന്ന ആമേന ദൈവീയ സാന്നിധ്യം അനുഭവിക്കുന്ന ആമേന ദർശനങ്ങൾ ഞങ്ങൾ കാണുകയാണ്. സ്തോത്രം. പ്രിയമുള്ളവരെ, നിങ്ങളിൽ പലരും രോഗസൗഖ്യമാകുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അറിയിക്കുകയാണ്. സ്തോത്രം, സ്തോത്രം. പല പ്രിയപ്പെട്ടവരും ജീവിതത്തിൽ സമാധാനമില്ലാതെ ആത്മഹത്യയുടെ വക്കിൽ നിൽക്കുമ്പോൾ, കടബാധ്യതകളാൽ, കഷ്ടപ്പാടുകളാൽ, നാളെക്കുറിച്ച് ആശങ്കപ്പെട്ട് ഭാരപ്പെടുമ്പോൾ ദൈവം നിങ്ങളുടെ പ്രശ്നങ്ങളിൽ നിന്ന് നിങ്ങളെ ഉദ്ധരിക്കുവാൻ വിശ്വസ്തനാണ്, ശക്തനാണ്. തകർത്ത് കളയുവാനല്ല കർത്താവിന് നിങ്ങളെ ഉപയോഗിക്കേണ്ടത് ആവശ്യമാകും. ഏൽപ്പിച്ചു കൊടുക്കുമോ? ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നിങ്ങൾ ഇരിക്കുന്ന ഇടത്ത്, നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത്, നിങ്ങളുടെ ഭവനത്തിൽ
നിങ്ങളുടെ കിച്ചണിൽ, നിങ്ങളുടെ രോഗക്കിടക്കയിൽ ഇനി എന്തെന്ന് വിചാരിച്ച ചോദ്യചിഹ്നങ്ങളുമായി മുന്നിൽ നിൽക്കുമ്പോൾ അതിൻ്റെ മുൻപാകെ ഒരു നിമിഷം കണ്ണുനീരൊഴുക്കൂ, മുഴങ്കാലുകളെ മടക്കൂ, സ്വർഗത്തിലേക്ക് നോക്കൂ. കർത്താവിൻ്റെ ആണിപ്പിട്ടുള്ള കരം നിങ്ങൾക്കായി നീട്ടപ്പെട്ടിരിക്കുന്നു. ആ ക്രൂശിലെ തിരുരക്തം നമുക്കായി ചൊരിയപ്പെട്ടിരിക്കുന്നു. ആ ശരീരത്തിലേക്ക് ഇറങ്ങി വരട്ടെ. ശിരസ് മുതൽ പാദം വരെ ദൈവീയ സൗഖ്യം, വിടുതൽ വ്യാപരിക്കട്ടെ. പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കട്ടെ. അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. കുടുംബത്തിനകത്ത് ഇന്ന് നിറഞ്ഞു നിൽക്കുന്ന എല്ലാ ഇരുട്ടിന്റെ പ്രവർത്തികൾ, അന്ധകാര ശക്തികൾ മാറി അവിടെ സമാധാനവും സന്തോഷവും ദൈവീയ അനുഗ്രഹങ്ങളും. ഇവനും അബ്രഹാമിന്റെ മകനാകിയാൽ ഇന്ന് വീടിന് രക്ഷ വന്നു എന്ന് സക്കായിയോട് പറഞ്ഞതുപോലെ ചില ഭവനങ്ങൾ വിടുവിക്കപ്പെടുന്നു. യേശുവിന്റെ നാമത്തിൽ നാം ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അരോമ ടിവിയുടെ ശ്രോതാക്കൾക്ക് വേണ്ടി, വരും ദിവസങ്ങൾ കേൾക്കുവാൻ ദൈവം ഒരുക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി നമുക്ക് ശക്തമായി പ്രാർത്ഥിക്കാം. കർത്താവിന്റെ ദാസൻ പ്രിയ ബേബിച്ചൻ ഈ സമയം നമ്മെ പ്രാർത്ഥനയിൽ സഹായിക്കും. നിത്യനാകുന്ന ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ നല്ല സമയത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, അല്പനിമിഷം നിന്റെ കുഞ്ഞുങ്ങളോടുള്ള ബന്ധത്തിൽ ഈ അരോമ ടിവിയുടെ പ്രേക്ഷകരോട് അടിയന്റെ അനുഭവങ്ങളെ പറയുവാനിടയായി തീർന്നല്ലോ. ഇത് കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവർക്കായും പ്രാർത്ഥിക്കുകയാണ്. ഇത് കേൾക്കുന്ന ഓരോ ജീവിതങ്ങളുടെ ഉള്ളിലും ഒരു വലിയ മാറ്റത്തിനും അനുഗ്രഹത്തിനും വിടുതലിനും ദൈവം കാരണമാക്കി തീർക്കണമേ എന്നങ്ങയോടെ പ്രാർത്ഥിക്കുകയാണ്. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന സാധ്യതകളുടെ ദൈവമായ കർത്താവിന്റെ സന്നദ്ധയിൽ ഞങ്ങളുടെ വിഷയങ്ങളെ മുഴുവനായി സമർപ്പിക്കുകയാണ്. ഈ പകൽവേളയില് ഈ അരോമ ടിവിയിലൂടെ കേൾക്കുന്ന കർത്താവെ എല്ലാ പ്രിയപ്പെട്ടവരെയും ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. അവരുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടട്ടെ. അവരുടെ പ്രതിസന്ധികൾ മാറട്ടെ. കർത്താവേ, ഈ സാക്ഷ്യം കേൾക്കുന്നതിൽ രോഗികളായിട്ട് ആരെങ്കിലും ഭാരപ്പെട്ടാൽ കർത്താവ് അവർക്ക് വേണ്ടി ഇറങ്ങി വന്ന് നിത്യ സൗഖ്യം ദൈവം അവർക്ക് നൽകേണ്ടതിന് വേണ്ടി ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുകയാണ്. ദൈവിക വിടുതല്, ദൈവത്തിന്റെ കരസ്പർശനം അവരനുഭവിപ്പാൻ ദൈവം ഇടയാക്കേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാ ബന്ധനങ്ങളും, രോഗബന്ധനങ്ങളും, എല്ലാ പൈശാചിക ബന്ധനങ്ങളും, എല്ലാ പാരമ്പര്യ ബന്ധനങ്ങളും, എല്ലാ പോരാട്ടങ്ങളും മാറി ഇന്ന് പകലുകളിൽ ദൈവിക വിടുതലുകളും ദൈവിക സൗഖ്യവും പ്രാപിപ്പാൻ ദൈവം ഈ സമയം ഒരുക്കേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ ഇത് കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഇതൊരു ദൈവിക ഇടപെടലായി മാറേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കണമേ. സമാധാനമില്ലാത്തവർക്ക് സമാധാനം നൽകണമേ. സന്തോഷമില്ലാത്തവർക്ക് സന്തോഷം നൽകണമേ. സാമ്പത്തിക തകർച്ചയുള്ളവരുടെ തകർച്ചകളെ ദൈവം പണിയണമേ. ഉടയ്ക്കപ്പെട്ട ജീവിതത്തിന്റെ ഉടമകളായി കഴിയുന്നവരുടെ ജീവിതത്തിൽ ഒരു പുതിയ ഉത്ഭവം ഉണ്ടാകുവാൻ ദൈവം കൃപ ചെയ്യേണ്ടതിന് വേണ്ടി അങ്ങയോട് പ്രാർത്ഥിക്കുകയാണ്. നന്ദിയോടെ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. അരോമ ടിവിക്കായി, അവരുടെ പ്രവർത്തനങ്ങൾക്കായി, അതിന് മുൻപിൽ നിന്ന് പ്രവർത്തിക്കുന്ന ദൈവദാസന്മാർക്കായി, ദൈവമക്കൾക്കായി പ്രാർത്ഥിക്കുന്നു. എല്ലാവരും ദൈവം ഒരുമിച്ച് അനുഗ്രഹിക്കണമേ. ഇത് മുഖാന്തരം, ഈ പ്രവർത്തനങ്ങൾ മുഖാന്തരം അനേകർ ക്രിസ്തുവിനെ അറിയുവാൻ, അനേകർക്ക് ആശ്വാസമായി മാറുവാൻ, അനേകർക്ക് വിടുതലായി മാറുവാൻ ദൈവം സഹായിക്കേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അടിയനെയും സമർപ്പിക്കുന്നു. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്കും സ്വർഗ്ഗ പിതാവേ. ആമേൻ, 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 ആമേൻ. താങ്ക് യു കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ബേബിച്ചൻ അവറുകൾ ഇത്രത്തോളം സമയം അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവം, ദൈവം നടത്തിയ അത്ഭുതകരമായ വേളയും കുറിച്ച് ദൈവനാമ മഹത്വത്തിന് വേണ്ടി അരോമ ടിവിയുടെ ശ്രോതാക്കളോടൊപ്പം പങ്കുവയ്ക്കുവാൻ സമയം വേർതിരിച്ചതിന് കർത്താവിന്റെ ദാസനോട് കുടുംബാംഗങ്ങളതായ നന്ദി സ്നേഹം അറിയിക്കുന്നു. ദൈവമായ കർത്താവ് ധാരാളം അനുഗ്രഹിക്കട്ടെ. സൗഖ്യാരോഗ്യം ദീർഘായുസ്സും തരട്ടെ. കർത്താവിനോട് ഏറെ പ്രയോജനപ്പെടുവാൻ ഇനി ഏറെ അവസരങ്ങൾ കർത്താവ് ഒരുക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു.
അതുപോലെ തന്നെ ഞങ്ങളുടെ പ്രേക്ഷകരുള്ളതായ നന്ദി സ്നേഹം അറിയിക്കുന്നു. നിങ്ങൾക്ക് നിശ്ചയമായും ഈ സാക്ഷ്യം വലിയൊരു അനുഗ്രഹവും ഒരു മുതൽക്കൂട്ടുമായി തീർന്നിരിക്കുന്നു എന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക്, സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് കൊടുക്കൂ. അവരും കേട്ട് അനുഗ്രഹിക്കപ്പെട്ട് അതിലൂടെ ദൈവനാമം മഹിമപ്പെടുവാൻ മുഖാന്തരമായി തീരും. മാത്രമല്ല, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ വിവരം അറിയിക്കാവുന്നതാണ്. അതുപോലെ aroma.tv.in എന്ന വെബ്സൈറ്റ് നിങ്ങൾ സന്ദർശിക്കാം. എല്ലാ തിങ്കളാഴ്ചയും രാത്രി 9 മണി മുതൽ ഞങ്ങൾ നിങ്ങൾക്കായി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുമായി ബന്ധപ്പെടുവാൻ നിങ്ങൾക്ക് തന്നിരിക്കുന്ന നമ്പറിൽ വിവരങ്ങൾ അറിയിക്കൂ. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യവും വചനചിന്തകളുമായി വീണ്ടും കൂടി കാണുമ്പോഴേയും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലസ് യു ഓൾ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com.